മലയാളം വാക്ക് നോക്കിയാൽ ഭയങ്കര പാടായിരുന്നു. അടുത്ത ലെസൺ സെൻസേഷൻ പെർസെപ്ഷൻ ആണ്. നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ സെൻസ് ചെയ്യുന്നത് ആൻഡ് ഹൗ യു പെർസീവ്. പെർസെപ്ഷൻ എന്ന് വെച്ചാൽ അതിനെ അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് പെർസെപ്ഷൻ നമ്മൾ പറയുന്നത്. സെൻസിങ്ങിനകത്ത് ജസ്റ്റ് അതെന്താ നമ്മൾ അറിയുന്നേ ഉള്ളൂ. പിന്നെ അതിന് മീനിങ് കൊടുക്കുന്ന പ്രോസസ്സിനാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൈക്കോളജിയിലെ ഒരു ഫണ്ടമെന്റൽ പ്രോസസ്സാണത്. കാര്യം നമുക്കറിയാം, നമുക്ക് ഒരുപാട് നമ്മുടെ ചുറ്റും ഒരുപാട് സ്റ്റിമുലേഷൻസ് ഉണ്ട്. പലതരത്തിലുള്ള സെൻസ് ഓർഗൻസിൽ കൂടെ നമ്മളിതൊക്കെ സെൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഓരോ മനുഷ്യരും ഓരോ കാര്യത്തിന് കാണുന്നത് ഓരോ രീതിയിലാണ്, അല്ലേ? അതെന്തുകൊണ്ടാണ് ഓരോ രീതിയിൽ നമ്മൾ കാണുന്നത്? നമ്മൾ മീനിങ് കൊടുക്കുന്നത് വ്യത്യാസമായതുകൊണ്ടാണ്. അതിനാണ് പെർസെപ്ഷൻ. അപ്പോൾ റോ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിൻ ഒരു മീനിങ് ആയിട്ട് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതാണ്. അപ്പം സെൻസറി സിസ്റ്റം നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് യൂഷ്വലി നമ്മൾ 5 സെൻസസിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് കൂടുതലായിട്ടുള്ള സെൻസസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ സെൻസ് ഓർഗൻ എന്താ? വിഷൻ, അല്ലേ? വിഷനകത്ത് എന്താ? നമ്മൾ കാണുക ചെയ്യുന്നത്, അല്ലേ? ഐസ് വന്നിട്ട് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുമോ, അതിനെ ലൈറ്റ് വേവ്സ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് ഹോസ്പിറ്റൽ ലോബിലേക്ക് വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ കാണുന്നത്. ഈവൻ നിങ്ങൾ നോക്കിക്കുക, നമ്മൾ ഓരോരുത്തരും കാണുന്നത് ഒരു വ്യത്യാസം, അല്ലേ? പലരും പല കാര്യങ്ങളാണ് കാണുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞങ്ങൾ 7 ടീച്ചേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പല കാര്യങ്ങളും ഞാനാണ് രാവിലെ 8 മണി മുതൽ ക്യാമ്പസിൽ കൂടെ 5 മണി 6 മണി വരെ നടക്കുന്നത്. പക്ഷെ ഞാൻ കാണാത്ത പല സാധനങ്ങളും എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ളവരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞാനിതൊന്നും കാണുന്നില്ല. എനിക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവാത്തതാണ്, എന്താണോ തരങ്ങൾ എനിക്കറിയില്ല. പക്ഷെ പല കാര്യങ്ങളും ഞാൻ കാണാത്ത പല കാര്യങ്ങളും ഇവർ കാണുന്നുണ്ട്, അല്ലേ? പിന്നെ ഓഡീഷൻ എങ്ങനെയാ? സൗണ്ട് വേവ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നു, ടെമ്പറൽ ലോബിൽ ഓഡിറ്ററി പെർസെപ്ഷൻ ആയിട്ട് വിടുന്നു, അല്ലേ? അപ്പം നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമാണ്. ഞാൻ പറയാം, ഒരു കൊച്ചു കുട്ടിയുള്ള ഒരു അമ്മ ആട് കരയണ കേട്ടാൽ എന്ത് വിചാരിക്കും? അമ്മേനെ വിളിക്കണായിട്ട് നമുക്ക് തോന്നും, അല്ലേ? പക്ഷെ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ വിളിച്ചില്ലെങ്കിൽ കൂടെ നമുക്ക് തോന്നും നമ്മളെ വിളിച്ചു എന്നൊക്കെ നമുക്ക് തോന്നും, അല്ലേ? അപ്പം നമ്മൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൗണ്ട് ആയിരിക്കും, പക്ഷെ നമ്മളതിനെ പെർസീവ് ചെയ്യുന്നത് വ്യത്യാസമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ കാണുന്നത്. ഇനി ചില മനുഷ്യർ നോക്ക്, ഒന്നുമില്ലാണ്ട് പല കാര്യങ്ങളും ഒരു സ്റ്റിമുലസ് ഇല്ലാതെ കേൾക്കുകയും ചെയ്യും, അല്ലേ? മാനസിക രോഗമുള്ള മനുഷ്യരെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് എക്സ്ട്രീം കേസസിൽ അവരൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, പലതും ഇല്ലാതെ തന്നെ, അല്ലേ? അവർക്ക് ഒരുപാട് ഇല്യൂഷനും ഡെല്യൂഷൻസും ഹാലുസിനേഷൻസും ഒക്കെ ഉണ്ട്. ഇനി ഓൾഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൂക്കിക്കുടം, അല്ലേ? നമ്മൾ സ്മെല്ലാണ്, അത് ഓൾഫാക്ടറി ബൾബുമായിട്ട് കണക്റ്റഡ് ആണ്. ദെൻ ഗസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? ടേസ്റ്റ്, അല്ലേ? നമ്മുടെ സലൈവയിൽ കൂടെ പല പല റിസപ്റ്റേഴ്സ് നമ്മുടെ ടങ്ങിലുണ്ട്. ആ ടേസ്റ്റ് റിസപ്റ്റേഴ്സ് വഴി നമ്മൾ സാധനങ്ങൾ ഇത് ചെയ്യുന്നു. ഇനി ടേസ്റ്റ് സ്മെല്ലും ഭയങ്കര കണക്റ്റഡാണ്, ആണോ? ടേസ്റ്റ് സ്മെല്ലും നല്ലതായിട്ട് കണക്റ്റഡ് ആണ്, അല്ലേ? പിന്നെ അത് പോരാഞ്ഞിട്ട് നമുക്ക് സൊമാറ്റോ സെൻസേഷൻ ഉണ്ട്. സ്കിൻ ആൻഡ് ബോഡി സെൻസേഴ്സ്, പ്രഷർ, ടെമ്പറേച്ചർ, പെയിന്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട്. വെസ്റ്റിബുലർ സെൻസ് ഉണ്ട്, അതായത് ഗ്രാവിറ്റി, ബാലൻസ് ആൻഡ് മൂവ്മെന്റ് ഇൻ സ്പേസ്, അതിനെപ്പറ്റി നമുക്കൊരു സെൻസ് ഉണ്ട്. പ്രോപ്രിയോസെപ്ഷൻ ഉണ്ട്, മസിൽസ്, ജോയിൻസ്, ടെൻഡൻസ് ഒക്കെ നമുക്ക് ബോഡി പൊസിഷനും മൂവ്മെന്റ്, സ്ട്രെയിൻ, നമ്മുടെ ബോഡിയിലുള്ള സ്ട്രെയിൻസിനോടൊക്കെ നമ്മൾ സെൻസ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും സെൻസ് ഓർഗൻസ് നമുക്ക് നമ്മുടെ ബോഡിയിലുണ്ട്, അല്ലേ? ഓരോ സെൻസ് ഓർഗൻസിനും കൂടെ റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസിനെ നമ്മുടെ ബ്രെയിനിൻ്റെ
സെൻസറി റീജിയനിൽ പോയിട്ട് റെസ്പെക്റ്റീവ് സെൻസറി റീജിയനിൽ പോയിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പല എല്ലാ കാര്യങ്ങളും സെൻസ് ചെയ്യുന്നത്. ഇത്രയാണ് ഡിഫറെൻറ്റ് സെൻസസ്. ഇനി അതിനകത്ത് പറയുന്നത് സൈക്കോ ഫിസിക്സ് ആണ്. സെൻസേഷൻ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? സൈക്കോ ഫിസിക്സിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ സ്റ്റിമുലൈ ആൻഡ് സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് ആണ്. ആ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കുന്നത് ഓരോ മനുഷ്യൻ്റെ സെൻസേഷൻ്റെ കേപ്പബിലിറ്റീസ് വെച്ചിട്ടാണ്. അതിനകത്ത് നമുക്ക് 3 സാധനമാണ്. അബ്സല്യൂട്ട് ത്രെഷോൾഡ് പറയുന്നുണ്ട്. അതായത് എല്ലാ സ്റ്റിമുലസും നമ്മൾ സെൻസ് ചെയ്യണമെങ്കിൽ അതിനൊരു മിനിമം ഇൻറ്റൻസിറ്റി വേണം, അല്ലേ? മിനിമം ഇൻറ്റൻസിറ്റി ഇല്ല, നമ്മൾ അതിനെ ടച്ച് ചെയ്തു. ആ മിനിമം ഇൻറ്റൻസിറ്റി ഇല്ലെങ്കിൽ ടച്ച് ചെയ്തു നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും ആരെങ്കിലും ടച്ച് ചെയ്തോ, അല്ലേ? അതിനാണ് അബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. അതായത് മിനിമം ഇൻറ്റൻസിറ്റി വിത്ത് വിച്ച് എ സ്റ്റിമുലസ് ഈസ് സെൻസ്ഡ്, അതിനാണ് അബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻഷ്യൽ ത്രെഷോൾഡ് ഉണ്ട്. അതായത് ഡിറ്റക്ഷനും ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റിമുലൈ റിക്വയർഡ് ഫോർ ഡിറ്റക്ഷൻ 50% ഓഫ് ദ ടൈം ഫോളോയിങ്. അതായത് ഒരു സ്റ്റിമുലൈ നമ്മൾ കണ്ടു, വേറൊരു സ്റ്റിമുലൈ അതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള സ്റ്റിമുലൈ എത്ര ഇൻറ്റൻസിറ്റി കൊടുത്താലാണ് ഇതും അതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം ഞാൻ നിങ്ങളെ ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്ത് ഞാൻ ഈ വരലുകൊണ്ട് ഇവിടെ ടച്ച് ചെയ്തു. അപ്പോൾ ഈ ടച്ചും മനസ്സിലാവണമെങ്കിൽ ഈ ടച്ചിനേക്കാളും കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി കൂടുതലുണ്ടെങ്കിലാണ് നമുക്ക് ഈ ടച്ചും കൂടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതിനാണ് ഡിഫറൻഷ്യൽ. ഇതും ഒരു ടച്ചാണ്, ഇത് ഇച്ചിരി വ്യത്യാസമുള്ള ടച്ചാണ് മനസ്സിലാവണമെങ്കിൽ എത്രത്തോളം ഇൻറ്റൻസിറ്റി വേണമെന്നുള്ളതാണ് ഡിഫറൻഷ്യൽ ത്രെഷോൾഡ്. ഇനി അതിനെ കണക്ട് ചെയ്തൊരു തിയറി പറയുന്നുണ്ട്, സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി. അതായത് നമ്മളൊരു സിഗ്നൽ, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു, 10 മെഴുകുതിരി കത്തിച്ചു വെച്ചു. അപ്പം നമ്മൾക്ക് 10 മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ഉള്ള ലൈറ്റിനേക്കാളും കൂടുതൽ ലൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ 11 മെഴുകുതിരി കത്തിച്ചാൽ മനസ്സിലാവും. ഒരു 13 മെഴുകുതിരി കത്തിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. 13-14 മെഴുകുതിരി കത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെളിച്ചത്തിലൊരു വ്യത്യാസം. അതാണ് ഡിഫറൻഷ്യൽ ത്രെഷോൾഡ്. സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി പറയുന്നത് ഇപ്പൊ 10 മെഴുകുതിരി കത്തിക്കുമ്പോൾ 3 മെഴുകുതിരി കൂട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായ വ്യത്യാസം ഉണ്ടെന്ന്. അപ്പൊ 100 മെഴുകുതിരി കത്തിക്കുമ്പോൾ എത്ര മെഴുകുതിരി കൂട്ടണം? 30 മെഴുകുതിരി കൂട്ടണം, അല്ലേ? 10-ന് കറസ്പോണ്ടിങ് ആയിട്ട് 3 കൂട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി വ്യത്യാസം ഉണ്ടെന്ന്. പക്ഷെ 100 മെഴുകുതിരി നമ്മൾ അവിടെ കത്തിച്ച് വെച്ചത് കണ്ടു, അതിൽ നിന്ന് വ്യത്യാസമുണ്ട്, വെളിച്ചത്തിന് കൂടുതലുണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് 30 മെഴുകുതിരി കത്തിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇൻക്രീസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്നാണ് സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി പറയുന്നത്. ഇപ്പം ഞാനൊരു ഫിസിക്കൽ സ്റ്റിമുലസിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ മെന്റൽ സ്റ്റിമുലസ്. നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ കൂടെ ഒരു കഠിനമായ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നുപോയി, പല അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നുപോകും. കട്ടിയുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യന് വേദന തോന്നണമെങ്കിൽ അത്രയും കട്ടിയുള്ള സാധനം ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവുള്ളൂ. കാരണം അപ്പൊ അതുപോലെ എത്രത്തോളം ഹാർഡ്ഷിപ്പിൽ കൂടെ നമ്മൾ കടന്നു പോയാലും എന്ത് തരത്തിലുള്ള സ്റ്റിമുലൈ ആണെങ്കിലും അതിനെ നമുക്ക് ഇച്ചിരി മനസ്സിലായ കുറച്ചും കൂടെ വലിയതാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ്. എന്നും നമ്മൾ യുദ്ധത്തിനെ പറ്റി വായിക്കുന്നു, ഗാസയിലും പാകിസ്ഥാനിലും അവിടെ ഇവിടെയൊക്കെ ഓരോ യുദ്ധങ്ങളെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ യുദ്ധങ്ങളെ പറ്റി വായിച്ചാൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു യുദ്ധത്തിൽപ്പെട്ട് എത്രയോ അധികം രാജ്യം തന്നെ നശിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തോന്നുമായിരിക്കും. അല്ലാതെ ചെറിയ ചെറിയ എന്ത് കാര്യം കേട്ടാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല, അല്ലേ? അതാണ് സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി പറയുന്നത്. അതായത് സ്റ്റിമുലസ് ഡിറ്റക്ഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്, മോട്ടിവേഷൻ, എക്സ്പെക്ടേഷൻ, അറ്റൻഷൻ എല്ലാം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം വേണം. പിന്നെ നമ്മൾ നോക്കുവാണ് ഈ തിയറി പറയുന്നത് അവർ റെസ്പോൺസ് ടു സ്റ്റിമുലൈ ഇൻവോൾവ്സ് സെൻസറി ഫിസിയോളജിക്കൽ പ്രോസസ് ഉണ്ട്. അപ്പം എന്താണ് പലപ്പോഴും നമ്മൾ ഹിറ്റും മിസ്സും
ഫാൾസ് അലാമും കറക്റ്റ് റിജക്ഷൻ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതായത് ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിമുലസ് പ്രസന്റ് ആണ്, കറക്റ്റ് ആയിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യും. അതിനാണ് ഹിറ്റ് എന്ന് പറയുന്നത്. ഹിറ്റ് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ 10 പേര് ജോലിക്ക് എടുത്തു, 10 പേരും നന്നായി പെർഫോം ചെയ്യുന്നു, അതൊരു ഹിറ്റാണ് അല്ലേ? ഇനി മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരെ നമ്മൾ ജോലിക്ക് എടുത്തു, പക്ഷെ അവിടെ വേറൊരു 5 പേരും കൂടെ ഉണ്ടായിരുന്നു, ഇത് എന്നേക്കാളും നല്ലതായിട്ട് ജോലി ചെയ്യണം, അവരെ നമ്മൾ മിസ് ചെയ്തു. അതാണ് മിസ്. ഇനി ഫാൾസ് എല്ലാം ഉണ്ട്, പക്ഷേങ്കിൽ നമ്മൾ 10 പേര് ജോലിക്ക് എടുത്തു, അതിൽ 4 പേരെ ഒരു പ്രയോജനം ഇല്ലാത്തവരായിരിക്കും അല്ലേ? പിന്നെയുണ്ട് നമ്മൾ കുറെ 10 പേരെ എടുത്തെങ്കിൽ കുറച്ച് പേരെ എടുത്തില്ല, അത് എടുക്കാത്തവർ കറക്റ്റ് യോഗ്യത ഇല്ലാത്തവരായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റിജക്ഷൻ ആണെന്ന് നമ്മൾ പറയും. അപ്പൊ സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി ഇതൊക്കെയാ പറയുന്നത്. അപ്പൊ എനി ഡിസിഷൻ യു മേക്ക് there is chance for hit. ഫാൾസ് അല്ല, അല്ലെങ്കിൽ ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് എന്ന് നമ്മൾ പറയും. ഫാൾസ് പോസിറ്റീവ്, ട്രൂ പോസിറ്റീവ് ആണ് ഹിറ്റ്. ട്രൂ പോസിറ്റീവ് അതായത് യഥാർത്ഥത്തിൽ പോസിറ്റീവ് ആയതിനെയാണ് ഹിറ്റ് എന്ന് പറയുന്നത്. മിസ് എന്ന് പറയുന്നത് എന്താ? ഫാൾസ് പോസിറ്റീവ് ആണ്, അതായത് നമ്മൾ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു പക്ഷെങ്കിൽ അതല്ലായിരുന്നു. പിന്നെ ഫാൾസ് നെഗറ്റീവ് ഉണ്ട്, അതായത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു പക്ഷെ അവർ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ട്രൂ നെഗറ്റീവ് ഉണ്ട്. ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു നെഗറ്റീവ് തന്നെയായിരിക്കും, നമ്മൾ എടുത്തില്ല പക്ഷെ അവർ നെഗറ്റീവ് തന്നെ ആയിരുന്നു. സിഗ്നലിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്തില്ല, അതിനുള്ള ഇന്റൻസിറ്റി ഉണ്ടായിരിക്കില്ല. മനസ്സിലായോ? അപ്പൊ എനി ഡിസിഷൻ അല്ലെങ്കിൽ എന്ത് സാധനം നമ്മൾ എടുത്താലും അതിനിങ്ങനെയൊക്കെ കുറെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സെൻസേഷൻ ടു പെർസെപ്ഷൻ, അതായത് സെൻസ് ചെയ്യുന്ന സാധനങ്ങളെ നമ്മൾ പെർസീവ് ചെയ്യണമെങ്കിൽ എന്താണ്? ഈ റോ സെൻസറി ഡേറ്റനെ നമ്മൾ മീനിങ് ഫുൾ എക്സ്പീരിയൻസസ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സിംഗ് കൂടെ കടത്തിവിടണം അല്ലേ? അതിന് വേണ്ടിയിട്ട് കുറെ പ്രോസസ്സിംഗ് ഉണ്ട്. ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് ഉണ്ട്, ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് ഉണ്ട്, മീനിങ് ഫുൾ പെർസെപ്ഷൻ ഉണ്ട്. ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സെൻസറി റിസപ്റ്റേഴ്സിൽ നിന്ന് ബ്രെയിൻ ഇന്റഗ്രേഷൻ വരെ പോകുന്നു. ആദ്യം നമ്മൾ റിസീവ് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിനെ അത് കൂടി ബ്രെയിനിൽ ചെന്ന് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന്, എക്സ്പെക്ടേഷനിൽ നിന്നും, മോട്ടിവേഷനിൽ നിന്നും നമ്മൾ താഴത്തേക്ക് തിരിച്ചു പോകും, സെൻസ് ചെയ്യും. മനസ്സിലായോ? നമ്മളൊരാളെ പ്രതീക്ഷിച്ചിരിക്കുന്നു, അങ്ങനെ നമ്മൾ അയാൾ വന്ന് വെല്ലടിക്കണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഗേറ്റ് തുറക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പൊ അതാണ് ടോപ്പ് ഡൗൺ പ്രോസസ്. ഇനി മീനിങ് ഫുൾ പെർസെപ്ഷൻ എന്താണ്? ബ്രെയിൻ വന്നിട്ട് സ്റ്റേബിൾ പ്രെഡിക്റ്റബിൾ റെപ്രസെന്റേഷൻ ഓഫ് വേൾഡ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറെ ക്യൂസ് വെച്ചിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. പെർസെപ്ച്വൽ ക്യൂസ് ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ടി വിയിൽ ഒരാളെ കാണുമ്പോൾ ടി വി ആകെ 20 ഇഞ്ചേ ഉള്ളൂ, 20 ഇഞ്ചായിട്ടാണോ കാണുന്നത്? ആണോ? അല്ലല്ലോ. ടി വിയിൽ നമ്മൾ ആളെ നമുക്ക് മനസ്സിലാവും ഇയാള് 5.5 അടി അല്ലെങ്കിൽ 6 അടി ഉള്ള ആളാണെന്ന് നമുക്ക്. അതിനാണ് പെർസെപ്ച്വൽ കോൺസ്റ്റൻസി എന്ന് പറയുന്നത്. അവർ എബിലിറ്റി ടു പെർസീവ് ഒബ്ജക്ട്സ് ആസ് അൺചേഞ്ചിങ് ഡെസ്പൈറ്റ് വേരിയിങ് സെൻസറി സ്റ്റിമുലേഷൻ. അതിനാണ് നമ്മൾ ഇത്ര ദൂരത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ അടുത്ത് വന്ന ഒരാളെ കാണുമ്പോൾ സൈസിൽ വ്യത്യാസമില്ലേ, പക്ഷെ നമ്മൾക്ക് ആ ഡിഫറൻസ് ഉണ്ടോ? ദൂരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ നല്ല 6 അടി ഉയരമുള്ള ഒരാളാണ്. അയാൾ തൊട്ടടുത്ത് വരുമ്പോഴും നമുക്ക് 6 അടി ഉള്ള ഉയരം തോന്നുന്നില്ലല്ലോ അല്ലേ? അതിനാണ് കോൺസ്റ്റൻസി. അപ്പൊ സൈസ് കോൺസ്റ്റൻസി ഉണ്ട്, അതായത് ആ പെർസീവ്ഡ് സൈസ് ഡെസ്പൈറ്റ് ഡിസ്റ്റൻസ് ചേഞ്ചസ്.
എത്ര ഡിസ്റ്റൻസിൽ നമ്മൾ കണ്ടാലും ഇയാൾക്ക് എത്രയാണെന്ന് മനസ്സിലാവുന്നു. ഷേപ്പ് കോൺസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പ് പല ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കിയാലും അതിന്റെ ഷേപ്പ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. കളർ കോൺസ്റ്റൻസി ഉണ്ട്. ഓറഞ്ച് ലൈറ്റിൽ ഒരു പൂച്ച, വെള്ള പൂച്ച ഇരുന്നാല് ഓറഞ്ച് പൂച്ചയായിട്ടാണ് നമ്മൾ കാണുന്നത്. വെള്ള പൂച്ചയായിട്ടാണ് കാണുന്നത് അല്ലെ. ഓറഞ്ച് ലൈറ്റിൽ ഇരിക്കാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതാണ് കളർ കോൺസ്റ്റൻസി. ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്ഷനാണ് നമ്മൾ എപ്പോഴും കോൺസ്റ്റൻസി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ പെർസെപ്ച്വൽ ക്യൂസ് ഉണ്ട് കേട്ടോ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീനിയർ ആയിട്ട് നമ്മളൊരു സാധനത്തിനെ കാണുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അത് കുറെ ക്യൂസ് വെച്ചിട്ടാണ്. അപ്പൊ മോണോക്കുലർ ക്യൂസും ഉണ്ട്, ബൈനോക്കുലർ ക്യൂസും ഉണ്ട്. ഒരു കണ്ണ് വെച്ച് നമ്മൾ കാണുന്നതും രണ്ട് വെച്ച് കാണുന്നതും തമ്മിൽ രണ്ട് തരത്തിലുള്ള ക്യൂസ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടി പെർസെപ്ഷനെ നമ്മൾ സഹായിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്ന ക്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെറ്റിനൽ അല്ല ലീനിയർ പെർസ്പെക്റ്റീവ്. ഇപ്പൊ നമ്മൾ ഒരു ദൂരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ നമ്മളെങ്ങനെയാ, ദൂരത്തിലാണെങ്കിൽ അതിന് മുന്നേ ഒരു സാധനം ഇരിപ്പുണ്ടെങ്കിൽ പാതി മറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ സാധനം ഫ്രണ്ടിലും മറ്റേ സാധനം മറിഞ്ഞിരിക്കുന്ന സാധനം പുറകിലാണ് അല്ലേ. പിന്നെ ദൂരത്തിലേക്ക് പോകുമ്പോൾ ഹേസിനെസ് ആണ്, ക്ലാരിറ്റി വളരെയധികം കുറയും, ഏരിയൽ പെർസ്പെക്റ്റീവ് അല്ലേ. പിന്നെ ഒരു റെയിൽവേ ട്രാക്ക് നിങ്ങൾ നോക്കിക്കേ, 2 points converging to a point, അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡെപ്താണ് അല്ലേ. ദൂരത്തിലാണ് നമുക്ക് മനസ്സിലാവും. റെയിൽപാളം ഇങ്ങനെ പോയി അവിടെ ചെന്ന് മുട്ടി തീർന്നാണോ? അല്ല, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ 2 lines converging to a point ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണും. പക്ഷെ ആക്ച്വലി ദേ ആർ നോട്ട് കൺവേർജിങ്, അവരങ്ങനെ പാരലൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ ഇന്റർപൊസിഷൻ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ്, ഒരെണ്ണം പാതി മറിഞ്ഞിരിക്കുകയാണ്. ഈ സാധനം കൂടുതൽ കാണുന്ന സാധനം ഫ്രണ്ടിലാണെന്നും കുറവ് കാണുന്ന സാധനം പുറകിലാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താണ്, പിന്നെ ഉള്ളത് മോഷൻ പാരലാക്സ്. നിങ്ങളൊരു ബസ്സിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സാധനങ്ങൾ എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദൂരത്തുള്ള സാധനങ്ങളോ നമ്മൾ പോണ ഡയറക്ഷൻ. നിങ്ങൾ മൂണിനെ നോക്കുക, ചന്ദ്രനെ നോക്കി നമ്മൾ ബസ്സിൽ ഇങ്ങനെ ചന്ദ്രനെ നോക്കിയിരുന്ന ചന്ദ്രൻ നമ്മുടെ കൂടെ ആവണേ. പക്ഷെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ മോണോക്കുലർ ക്യൂസ്. ഇനി ബൈനോക്കുലർ ക്യൂസ് ഉണ്ട്, റെറ്റിനൽ ഡിസ്പാരിറ്റി. നിങ്ങൾ ഒരു കണ്ണടച്ച് അവിടെ ഇരിക്കുന്ന ഒരാളെ ഈ കണ്ണടച്ച് നോക്കുമ്പോൾ അയാളുടെ ഫുള്ള് കാണാൻ പറ്റുമോ? പക്ഷെ ഇവിടെ ഇരിക്കണെല്ലാം കാണാം. ഇനി ഈ കണ്ണ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കണൊക്കെ കാണാം, അവിടെ ഇരിക്കണ കുറവാണോ? രണ്ട് കണ്ണ് വെച്ച് നോക്കുമ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഫുള്ള് കാണും അല്ല. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് കൺവെർജൻസും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ദൂരെയുള്ള വസ്തുക്കളുടെ ആംഗിള് ചെറുതായിരിക്കും, അടുത്തേക്ക് വരുന്നവരുടെ ആംഗിള് കൂടി വരും അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ക്യൂസ് വെച്ചിട്ട്, അതുപോലെ തന്നെ ചെവിയുമുണ്ട്. നമുക്ക് വോളിയം, ഒരു സാധനത്തിന്റെ വോളിയം നമ്മൾ ഇവിടെ നിന്നാ കേൾക്കണമെങ്കിൽ നമുക്കറിയാം ഈ സൈഡിൽ നിന്നാണ് അല്ലേ. കോംപ്ലക്സിറ്റി, സൗണ്ടിന്റെ കോംപ്ലക്സിറ്റി, ഒരു ഫ്ലൈറ്റ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ വേവിന്റെ ഏത് ഭാഗത്താണ് വന്ന് അടിക്കുന്നത്. ഈ ചെവിയിൽ ക്രസ്റ്റിൽ വന്ന് അടിക്കുവാണെങ്കിൽ ഈ ചെവിയിൽ ട്രഫിൽ വന്നായിരിക്കും അടിക്കുന്നത് അല്ലേ. അതിൽ നിന്നൊക്കെ നമുക്ക് ദൂരം പെർസീവ് ചെയ്യാൻ പറ്റും. ഇനി ഒരേ ഡിസ്റ്റൻസിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? നമ്മുടെ രണ്ട് ചെവിയിലും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരു സൗണ്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഈ സൗണ്ട് എവിടെന്നാ വരുന്നതെന്ന്. പറ്റുമോ? ഇല്ല. നമ്മുടെ മീഡിയം പ്ലെയിനിൽ കൂടെ ഉള്ള സൗണ്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓരോ സൈഡ് വെച്ചോ ഏത് ചെവിയിലാണ് ആദ്യം വന്നതെന്നും എത്ര വോളിയത്തിലാണ് ഈ ചെവി കേട്ടതെന്നും ഒക്കെ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് പെർസീവ് ചെയ്യുന്നത്, സൗണ്ട് പെർസീവ് ചെയ്യുന്നത് അല്ലെ. കണ്ണുപോലെ തന്നെ ചെവി വെച്ചും നമ്മൾ ഡെപ്തിനെ പെർസീവ് ചെയ്യും. അതാണ് ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്.
പിന്നീട് നമ്മൾ പെർസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യും. അതായത് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് പറഞ്ഞ എന്താ, ഞാൻ ആദ്യം പറഞ്ഞു, ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. നമ്മളൊരു സാധനത്തിനെ മനസ്സിലാവുമ്പോൾ എപ്പോഴും ആകെ മൊത്തം മനസ്സിലാവുന്ന പോലെ അങ്ങനെയാണെങ്കിൽ നല്ലതായി മനസ്സിലാവുള്ളൂ. ഓരോ ഭാഗങ്ങൾ വെച്ച് മനസ്സിലായാൽ നമുക്ക് അപ്പൊ ആ ഭാഗങ്ങൾ വെച്ച് നമുക്ക് കുറച്ച് മനസ്സിലായി അതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ആളെ പറ്റി മനസ്സിലാക്കുവോ? ഇല്ല. നമുക്ക് ആളെ പറ്റി ആകെ മൊത്തം ഒരു ധാരണ ഉണ്ടെങ്കിലാണ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലേ? അപ്പൊ ഇവര് പറഞ്ഞ കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫിഗർ ആൻഡ് ഗ്രൗണ്ട്, അതായത് നമ്മൾ എപ്പോഴും ഈ വിഷ്വൽ ഫീൽഡിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യും. ഒരു ഫിഗറിന്റെ വെളിച്ചത്തിൽ ഒരു ഫിഗർ നോക്കുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് അപ്പൊ എന്നെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ്, അല്ലെ? ഞാൻ മ്യൂസിക് കോളേജിലെ ടീച്ചറാണ്. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കുന്ന അഭിപ്രായമല്ല ഞാൻ വെറുതെ ഇരിക്കുകയാണ്, വീട്ടിലിരിക്കുന്ന സ്ത്രീയാണ്, പഠിപ്പിക്കാൻ ഗസ്റ്റ് വന്നതാണ്. അങ്ങനെ പറയുമ്പോൾ എന്നെ മനസ്സിലാക്കുന്നതും ഞാൻ മ്യൂസിക് കോളേജിലെ ടീച്ചറാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ? സോ ദർ ഈസ് എ ബാക്ക്ഗ്രൗണ്ട്. എല്ലാം നമ്മൾ ഒരു പടം കാണുമ്പോഴും ഉണ്ട്. ഒരു കാടിന്റെ നടുക്ക് ഒരു പുലി നിൽക്കുമ്പോൾ നമുക്ക് പുലി അത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു കെട്ടിടത്തിന്റെ ഇടയ്ക്ക് ഒരു പുലിനെ വരച്ചു വെച്ചാൽ നമുക്കത് പുലിയാന്ന് മനസ്സിലാക്കാൻ പാടല്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ അവിടെ പുലി ഉണ്ടെന്ന്? ഉണ്ടോ? ഒരു കാരണവശാലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അല്ലേ? അതാണ് ഫിഗർ ആൻഡ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ സാധനത്തിനെയും ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പിന്നെ സിമിലാരിറ്റി, സിമിലർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? യു ഗ്രൂപ്പ് ആസ് വൺ, അല്ലേ? ഒരേ കളറുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒന്നായിട്ട് കാണും. രണ്ട് കളറാണെങ്കിൽ അതിന് രണ്ടായിട്ട് കാണും, അല്ലേ? ഒരേ ഉയരത്തിലുള്ള ആളുകളെ നമ്മൾ എപ്പോഴും ഒരു ഗ്രൂപ്പാക്കും, പല പല ഉയരത്തിലുള്ളവരെ പല ഗ്രൂപ്പാക്കും, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ സിമിലാരിറ്റി വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു വഴിയിൽ ഒരു ചെറുക്കൻ കിടക്കുന്നു. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണേ? ചെറുക്കനാണ്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കും? ഓ, സ്പീഡ് അധികമായിരിക്കും, അല്ലെ? എനിക്ക് മാത്രമല്ല തോന്നി, നിങ്ങൾക്കും അത് തോന്നും. കാരണം എന്താ? കോളേജിൽ പിടിക്കണ ചെറുക്കനാണ്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും, ഓ, എന്തെങ്കിലും ഡ്രഗ്സ് ആയിരിക്കും, MDMA എല്ലാം തിന്നിട്ടായിരിക്കും നടക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. കാരണം നമുക്ക് അവരെ ഗ്രൂപ്പ് ചെയ്യുന്നത് ഒരേയാണ്, സിമിലാരിറ്റി. ദെൻ ക്ലോഷർ, അതായത് ഒരുമിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് കാണും, അല്ലേ? നിങ്ങളിപ്പോ ഒരു സെന്റൻസ് വായിക്കുമ്പോഴത്തേക്കും സിമിലർ ആയിട്ടുള്ള വേർഡ്സിനെ കുറെ വേർഡ്സ് നിങ്ങളെ ഗ്രൂപ്പ് തിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? സിമിലർ ആനിമൽസിനെ പറ്റിയുള്ളവർക്ക് ഒരു ഗ്രൂപ്പ്, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ഗ്രൂപ്പ് തിരിക്കും. പിന്നെ എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഫില്ല് ചെയ്യും. നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഒരക്ഷരം കുറച്ച് എഴുതിയെന്ന് വെച്ചാൽ ഒരു ആൽഫബറ്റ് കുറവാണ്, പക്ഷെ നിങ്ങൾ എന്ത് വായിക്കും? നിങ്ങളുടെ പേരായിട്ട് തന്നെ വായിക്കുള്ളൂ, അല്ലേ? ഒരു ഇത്രയും വട്ടം വരച്ച് ഞാനിവിടെ എത്തിക്കാൻ വരെ എത്തി, പക്ഷെ ഞാൻ മുട്ടിച്ചിട്ടില്ല. ഇതെന്താന്ന് ഞാൻ നിങ്ങളോട് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? സർക്കിളാന്ന് പറയും, അല്ലേ? അല്ലാതെ വേറൊന്നും നിങ്ങൾ പറയില്ല. അത് ഒരു വര ഇങ്ങനെ ഒന്ന് വളഞ്ഞു നിൽക്കുക, മുട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പറയുമോ? നമ്മൾ ശ്രദ്ധിക്കില്ല. കാര്യം നമുക്കൊരു ടെൻഡൻസി വന്നിട്ട് കംപ്ലീറ്റ് ദാറ്റ്. അപ്പൊ നമ്മൾ ഒരാളെ പറ്റി രണ്ട് കഥ കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ കഥ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പറയും, അല്ലേ? പല കാര്യങ്ങളും നിങ്ങൾ ടിവിയിൽ സീരിയലൊക്കെ കാണാറുണ്ടോ? സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാ? സിനിമയുടെ കഥ പകുതി ആകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ബാക്കി തന്നെ. ഇപ്പൊക്കെ സിനിമയിലൊന്നും കഥയില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളിങ്ങനെ ആദ്യ വഴിയൊക്കെ വന്നിരുന്ന സിനിമ ആദ്യ വഴിയിൽ നമ്മൾ ഇരുന്നാലും നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് എവിടെ തുടങ്ങി അന്തോ ഇല്ല ബുദ്ധോ ഇല്ലാത്ത ഒരു സിനിമയാണ്. അങ്ങനെ നമുക്ക് തോന്നും. ന്യൂജൻ പറയും, നമ്മള് ജെൻസീസ് നമ്മളോട് പറയും, ഇത് നിങ്ങൾക്കൊന്നും ബോധോ അറിവൊന്നുമില്ല, നിങ്ങൾക്കൊന്നും നിങ്ങളുടെ മനസ്സിലാക്കലിന്റെ അപ്പുറത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാവാത്തതെന്ന് പറയും. ദെൻ പ്രോക്സിമിറ്റി, നിയർ ബൈ ഒബ്ജക്ട്സിനെ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യും. കണ്ടിന്യൂറ്റി, എപ്പോഴും നമ്മളങ്ങനെ
കണ്ടിന്യൂസ് ആയിട്ട് കാണാനുള്ള ടെൻഡൻസി ഉണ്ട്. ഒരു സാധനം ഇവിടെ വന്നു ഇവിടെ വന്നു ഇവിടെ വന്നു, പിന്നെ നമുക്കറിയാം അത് ഇവിടെ വരും അല്ലേ? ഒരു മനുഷ്യന് ഒന്ന് ബിഹേവ് ചെയ്തു, രണ്ട് ബിഹേവ് ചെയ്തു, മൂന്ന് ബിഹേവ് ചെയ്തു, പിന്നെ നമുക്കറിയാം നാലാമത് ഇങ്ങനെയായിരിക്കും ഇയാള് കാണിക്കാൻ പോകുന്നത് അല്ലെ? കണക്റ്റഡ്നെസ്, അതായത് ലിങ്ക്ഡ് എലിമെന്റ്സിനെയൊക്കെ നമ്മൾ ഒന്നായിട്ട് പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസി. അതാണ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇതിനെ പെർസീവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഡെപ്ത് പെർസെപ്ഷൻ ആൻഡ് മൂവ്മെന്റ് ഉണ്ട്. 2 ഡയമെൻഷണൽ റെറ്റിനൽ ഇമേജസ് കൂടാതെ 3 ഡയമെൻഷണൽ ആയിട്ട് നമുക്ക് ലോകത്തെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഡെപ്ത് പെർസെപ്ഷൻ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ എല്ലാത്തിനെയും കാണുന്നത് 2 ഡയമെൻഷണൽ ആയിട്ടാണോ? അല്ല, 3 ഡയമെൻഷണൽ ആയിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. ഒരു പടം തന്നാൽ നമ്മൾ അതിനെ 3 ഡയമെൻഷണൽ ആയിട്ടാണ് കാണുന്നത് അല്ലേ? ചില പടം വരയ്ക്കുന്നവർ നോക്കിക്കേ, പടം വരച്ചേക്കുന്നതിനെ 3 ഡയമെൻഷണൽ ആക്കാൻ വേണ്ടി അവർ ചില ഷെയ്ഡിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എന്ത് നല്ല ജീവനുള്ള പടം അല്ലേ? അപ്പൊ അതെങ്ങനെയാ അവർ പോസിബിൾ ആക്കുന്നത്? ചില ക്യൂസ് വെച്ചിട്ടാണ് അല്ലെ? അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ബൈനോക്കുലർ ക്യൂസ് ഉണ്ട്, റെറ്റിനൽ ഡിസ്പാരിറ്റി, കൺവേർജൻസ് ആംഗിൾ പറഞ്ഞു, മോണോക്കുലർ ക്യൂസ് പറഞ്ഞു, റിലേറ്റീവ് സെൻസർ, ഇന്റർപോസിഷൻ, ലീനിയർ പെർസ്പെക്റ്റീവ്, ടെക്സ്ചർ ഗ്രേഡിയന്റ്. ദൂരെയാണ് വസ്തുക്കൾ നമുക്ക് ക്ലാരിറ്റി കുറവാണ്, അടുത്താവുന്നതോറും ക്ലാരിറ്റി കൂടി കൂടി വരും. പിന്നെ ഈ മോഷൻ പാരലാക്സ്, അടുത്തുള്ള വസ്തുക്കള് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ദൂരെയുള്ള വസ്തുക്കള് സെയിം ഡയറക്ഷനിൽ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഇനി പെയിൻ പെർസീവ് ചെയ്യൂ. പെയിൻ പെർസെപ്ഷൻ ആണോ? പെയിൻ എന്താന്ന് പറഞ്ഞൂടെ? നിങ്ങളുടെ കൈ കത്തി വെച്ച് മുറിഞ്ഞു. ഈ കത്തി മുറിവൊന്നും അറിയാൻ പ്രായമില്ലാത്ത ഒരു കൊച്ചിന്റെ കൈ കത്തി വെച്ച് മുറിഞ്ഞു. ആർക്കാ വേദന? നമുക്കാ വേദന. എന്തുകൊണ്ടാ? മുറിയുമ്പോ എല്ലാവർക്കും ഒരുപോലെയല്ലേ വരണ്ടേ? നിങ്ങൾ നോക്കിക്കോ, ചെറിയ കുട്ടികൾ വീഴുമ്പോ അയ്യോ എന്റെ കൊച്ചു വീണേന്ന് പറഞ്ഞാൽ കൊച്ചു ഉരുണ്ട് വരണ്ട് കിടന്ന് എന്ത് ചാടിയതാണ്, ഒന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞല്ലോ. കൊച്ചു അടിച്ച് കളിച്ച് ചിരിച്ച് വീഴും അല്ല, വീണാലും അതിനതൊരു പ്രോബ്ലം ഇല്ല അല്ലേ? ഞാൻ എൻ്റെ ഒരു കസിൻസ് USA വന്നു. അപ്പൊ അവരുടെ മകൻ കല്യാണം കഴിച്ച ഒരു മാതാമ്മ പെങ്കൊച്ചിനെയാണ്. ആ പെങ്കൊച്ച് ഡേ കെയറിൽ ഏതാണ്ട് ആന്ത്രോപോളജി സോഷ്യോളജി എന്തൊക്കെയാ പഠിച്ച. പക്ഷെ ഈ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ ഇത് അങ്ങനത്തെ ട്രെയിനിങ് എടുത്ത് ഇപ്പൊ അത് കൊച്ചിന്റെ കൂടെ ഡേ കെയറിൽ പോകും. അപ്പൊ എങ്ങനെയാണ് അത് കൊച്ചിനെ പഠിപ്പിക്കണേന്ന് കാര്യം നല്ലോണം അറിയാം. അപ്പൊ അത് USA ഇവിടെ വന്നപ്പോ എന്താ കൊതുക്, ചൂട് അങ്ങനെയൊക്കെ അല്ലേ? അപ്പൊ ഈ അമ്മ ഈ കൊച്ചിനെ ചൂടിനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യണ വ്യത്യാസം, വേർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ അമ്മ പറയുന്നത് നോക്ക് നിന്റെ ശരീരത്തിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നോക്ക്, എന്ത് ദിവസം വെള്ളം ഒഴുകിക്കൊണ്ടാണ്ട എന്നൊക്കെ പറയുമ്പോൾ ഈ കൊച്ച് വേർപ്പമാണ് ചൂടാണെന്നൊക്കെ പറയുന്നത് ഏതിനൊക്കെ വെള്ളം ഒഴുകണ്ടെന്നാണ് ഇത് പരിശോധിക്കുന്നത്. അപ്പൊ കൊതുക് കടിക്കുമ്പോ അത് അമ്മ പറയാണ് കൊതുക് നിന്നെ കിസ് ചെയ്തു. അയ്യോ ഞങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളെ ഒന്ന് കിസ് ചെയ്തില്ല, നിന്നെ വന്ന് കൊതുക് കിസ് ചെയ്തു. അപ്പൊ ഈ കൊച്ചിന് ഭയങ്കര സന്തോഷം, ചൊറിച്ചിലൊക്കെ ചൊറിയുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്കോടെ അത് എല്ലാരോടും പറഞ്ഞു കിടക്കണ്ട് കൊതുക് എന്നെ കിസ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ എല്ലാരോടും പറയണ്ട്. എല്ലാ ഇറിറ്റേഷൻസിനെ ഈ അമ്മ അപ്പൊ ഈ കൊച്ചിനൊരു പ്രശ്നവുമില്ല. ഞാൻ വിചാരിച്ചു നമ്മുടെ കൊച്ചാണെങ്കിൽ കൊതുക് കടിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക്, നമ്മുടെ കൊച്ചിനല്ല നമുക്ക് തന്നെ എന്ത് ബുദ്ധിമുട്ടാ. നമ്മള് വാതിലുകളും ജനലുകളും എല്ലാം സന്ധ്യ ആകുമ്പോഴത്തേക്ക് അടച്ചു കൊതുക് കടിച്ചാലൊന്നും കടിക്കാതെ നമ്മൾ മാക്സിമം നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണോ നമ്മൾ അതിനെ പെർസീവ് ചെയ്യണം. അപ്പൊ എന്റെ മോൻ പ്രിമച്വർ ആയിരുന്നു, ജനിച്ച് 2 വീക്സ് ആയപ്പോ ആദ്യത്തെ ഹെർണിയ സർജറി ചെയ്തു ഈ OD-യില്. അപ്പൊ ഹെർണിയ സർജറി ചെയ്ത് കഴിഞ്ഞപ്പം സർജറി കഴിഞ്ഞു പുറത്തു വരുമ്പോ അതിങ്ങനെ കാലനക്കിക്കൊണ്ടിരിക്കും. ചെറിയ കുട്ടിയുടെ റെസ്പോൺസ് അങ്ങനെയാണല്ലോ, കാലനക്കുമ്പോ ചോര വരും. ആദ്യം ഒന്ന് കുറച്ച് കരഞ്ഞു, വേദന എടുത്തായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്താ, എന്ത് സാധനം കണ്ടാലും കയ്യും കാലും ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. അവിടെ എല്ലാം നിറച്ച് ചോര വന്നിട്ട്, പക്ഷെ വേദനയൊന്നുമില്ല, ഒരു വേദനയില്ല, കരച്ചിലുമില്ല, വേറെ പോലെ ഒന്നുമില്ല. അപ്പൊ അത് നമുക്കാണെങ്കിലോ മുല്ലപ്പൂ വീണെന്റെ മുതുകൊടിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മള് നടക്കുന്നത് അല്ലേ?
ചെറിയൊരു സാധനം വരുമ്പോഴേ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, ഭയങ്കര വേദനയാണ്, നമ്മൾ ആലോചിച്ച് കൂട്ടും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ. ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു മനുഷ്യൻ കുറച്ച് ബിലിറൂബിൻ്റെ അളവ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ സ്കാൻ ചെയ്ത അല്ല ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഒന്ന് എന്താ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഇവർക്ക് ഒരു ഭാഗം ഇച്ചിരി വീർത്തിരിപ്പുണ്ട്, അവിടെ എന്തോ വാട്ടർ അക്യൂമുലേഷൻ എന്താന്ന് പറഞ്ഞുകൂടാ. ഒന്ന് CT സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞുള്ളൂ. അതിനുള്ളിൽ അവരതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തു. ക്യാൻസർ ആണോ അതോ ഇനി എന്ത് മാരക രോഗമാണോ, സിറോസിസ് ആണോ, എന്ത് അസുഖമാണോ ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അങ്ങനെ ആദ്യം പിടിച്ച് വേലാരി പിടിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഡോക്ടറും പറഞ്ഞത് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ഇൻ കേസ് ഓഫ് എനിത്തിങ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി അതൊരു CT സ്കാൻ എടുക്കാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാ, ഇനി നമുക്ക് വേദന തുടങ്ങും. ക്യാൻസർ പിടിച്ച ആളുകളെ നോക്ക്, കണ്ടുപിടിക്കുന്നവർ അവർക്ക് യാതൊരു കണ്ടുപിടിച്ചു കഴിഞ്ഞാലോ ഭയങ്കരമായ പ്രോബ്ലംസ് ആണ് അല്ലേ. ഇനി അതുകൊണ്ട് നമ്മൾ പലരോടും പറയും ക്യാൻസർ നിന്നൊന്നും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെ ഫാദറിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു. പക്ഷെ അതിപ്പോൾ എന്തോ 4th സ്റ്റേജൊക്കെ ആയി. പിന്നെ ക്യാൻസറൊന്നും അച്ഛനോട് പറഞ്ഞില്ല. അച്ഛനത് കാരണം ഒരു ബുദ്ധിമുട്ടില്ല. അച്ഛൻ പറയാം അമ്മയ്ക്കാണ് ബുദ്ധിമുട്ട്, എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല, ഞാനാണ് രാവിലെ എടുത്ത് ചായ ഇടണം, അമ്മയ്ക്കതൊക്കെ മേല വാദമൊക്കെ അല്ലേ, മുട്ടൊക്കെ വേദനയല്ലേ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ചായയൊക്കെ ഇട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വന്നവരോടും പോലെ. എല്ലാവരും അച്ഛനെ കാണാനാണ് വന്നത്, പക്ഷെ അച്ഛൻ്റെ വിചാരം എല്ലാവരും അമ്മയെ കാണാനാണ് വരുന്നതെന്നാണ് അച്ഛൻ്റെ വിചാരം. അപ്പോൾ അതിനെ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പെർസീവ് ചെയ്യുന്നത് അല്ലെ, പെയിനായിട്ട്. അപ്പൊ പെയിൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പെർസെപ്ഷനാണ്. അതിനൊരു ബയോ സൈക്കോ സോഷ്യൽ നേച്ചറാണ്. ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് പെയിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് അവർക്ക് വയ്യായ്മ. നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ സോഷ്യലായിട്ടുള്ള എലിമെന്റ്സിൻ്റെ, സൈക്കോളജിക്കലായിട്ടുള്ള എലിമെന്റ്സിൻ്റെ കുറച്ച് ബയോളജിക്കലായിട്ടും ഉണ്ട്. പിന്നെ ഫാൻറ്റം ലിംബ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫാൻറ്റം ലിംബ് അതായത് നമുക്കിവിടെ നമ്മുടെ ഇവിടെ മുറിച്ച് കളഞ്ഞെന്ന് വെച്ചോ, പക്ഷെ നമ്മുടെ വിചാരം ഈ സ്ഥാനം നമുക്ക് ഇല്ലെന്നാണ്, നമ്മൾ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പോകും. അതിനാണ് അപ്പോൾ ബ്രെയിനിന് അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നതിനാണ്. അവിടെ ഉണ്ടെന്ന് ആദ്യം കൺഫ്യൂഷനാണ്. അതിനാണ് ഫാൻറ്റം ലിംബ്. നമുക്കത് ആക്ച്വലി ഇല്ല, പക്ഷെ നമ്മൾ പെയിനൊക്കെ ഉണ്ടാവും അവിടെ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് പെയിനൊക്കെ തോന്നും. അതാണ് ഫാൻറ്റം ലിംബ് എന്ന് പറയുന്നത്. അപ്പം അതിനൊരു എക്സ്പ്ലനേഷൻ പറയുന്നത് ഗേറ്റ് കൺട്രോൾ തിയറിയാണ്. അതായത് സ്പൈനൽ കോഡ് ഗേറ്റ് തന്നെ നമുക്കറിയാലോ, അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. ആ ഗേറ്റ് ബ്ലോക്ക് ചെയ്യുകയോ പെയിനെ അലൗ ചെയ്യുകയോ ചെയ്യും ടു റീച്ച് ദ ബ്രെയിൻ. അപ്പം നെർവ് ഫൈബേഴ്സ് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, നെർവ് ഫൈബേഴ്സ് അതിനെ കൊണ്ടുപോകുമ്പോൾ സംടൈംസ് നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പെയിൻ പെർസീവ് ചെയ്യോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ പീരിയഡ്സ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദനയാണ്. വയറുവേദന മൂത്ത് ഞാൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ അവധി എടുക്കാതെ കോളേജിൽ പോയെന്ന് വെച്ചോ, ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക്, അപ്പോഴത്തേക്ക് അടുത്ത മീറ്റിംഗ്, അത് ഇത്, അവസാനം വീട്ടിൽ വരുമ്പോഴാണ് എനിക്ക് ഒരു ദിവസം വേദനയുള്ളൂ. ആ ഒരു ദിവസം അതിജീവിച്ചാൽ പിന്നെ കുഴപ്പമില്ല. എനിക്ക് ആ ഒരു ദിവസത്തേക്ക് വേദന. അപ്പം ഞാൻ വൈകുന്നേരം മനസ്സിൽ വിചാരിക്കും എനിക്കൊരു വേദന പോലും ഞാൻ അറിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോന്നിനും അപ്പോൾ അത് ബ്ലോക്ക് ചെയ്തു, ഗേറ്റ് അടഞ്ഞു അല്ലേ. വേറെ സാധനങ്ങൾ വന്നപ്പോൾ ഈ ഗേറ്റ് നമ്മൾ പെയിൻ എന്നുള്ള സാധനം നമ്മൾ അടച്ചു. അപ്പോൾ നമ്മൾ ആ പെയിൻ എന്നുള്ള സാധനം നമ്മൾ പെർസീവ് ചെയ്തില്ല. അപ്പോൾ പെർസിസ്റ്റന്റ് സെൻസേഷൻ ഓഫ് മിസ്സിംഗ് ലിംബ്സ് ഡ്യൂ ടു കോർട്ടിക്കൽ റീഓർഗനൈസേഷൻ ആൻഡ് സെൻസറി മിസ്മാച്ച് ഇൻ ദ ബ്രെയിൻ ബോഡി മാപ്പിനാണ് ഫാൻറ്റം ലിംബ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ലിംബില്ല, പക്ഷേ യു എക്സ്പീരിയൻസ് ഇവിടെ ചൊറിയുന്നു. ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ ചൊറിയും, ഇത് വെക്കുകയില്ല, പക്ഷെ എനിക്കിവിടെ ചൊറിച്ചു. അതുണ്ടോ? ചൊറിയോ? ഇല്ല. പക്ഷെ എൻ്റെ ബ്രെയിൻ മിസ്മാച്ചാണ്. അത് പോയി എന്നുള്ള സാധനം
ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനാണ് ഫാൻഡം ലിംബ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഫാൻഡം ലിംബിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്രെയിൻ സിമുലേഷൻ ടെക്നിക്സ് ഒക്കെ തെറാപ്പിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് പെയിൻ പെർസെപ്ഷൻ എന്ന് നമ്മൾ മനസ്സിലാകുന്നത്. പിന്നെ ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ എന്താ ഉള്ളത്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്യൂഷൻ ഉണ്ടോ? ഇല്യൂഷൻ ഉണ്ട് അല്ലെ? ആ ഇല്യൂഷൻ എന്താണ്? ഇല്യൂഷൻസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ആ സ്റ്റിമുലസിനെ മിസ്ഇന്റർപ്രിറ്റ് ചെയ്യണം. ഞാൻ ആ സ്ഥാനം എടുക്കാൻ മാത്രമേ സാരമില്ല, ഞാൻ എന്റെ തലയിൽ നിന്ന് പഠിപ്പിക്കാം. ഇല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാൾസ് പെർസെപ്ഷനെയാണ് നമ്മൾ ഇല്യൂഷൻസ് എന്ന് പറയുന്നത്. ആണോ? നമ്മൾ എന്ത് സ്ഥാനത്തിനെ മിസ്ഇന്റർപ്രിറ്റ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ, ഈ റോട്ടിൽ കൂടെ നല്ല വെയിലുള്ളപ്പോൾ അവിടെ വെള്ളം നമ്മൾ കാണും. അവിടെ വെള്ളമുണ്ടോ? വെള്ളമുണ്ടോ? ഇല്ല, വെള്ളമില്ല. പക്ഷെ നമ്മൾ വെള്ളം കാണുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ ലൈറ്റിന്റെ ആ ഇതിനെ നമ്മൾ മിസ്ഇന്റർപ്രിറ്റ് ചെയ്യുകയാണ്. നമ്മൾ നോക്കുമ്പോൾ അവിടെ ഭയങ്കര വെള്ളം പോലെ തോന്നും. മരുഭൂമിയിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, മുള്ളർ ലെയർ ഇല്യൂഷൻ എന്ന് പറയുന്നത്. മുള്ളർ ലെയർ ഇല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആരോ ഹെഡഡ് ലൈനും ഉണ്ട്, ഒരു ഫെദർ ഹെഡഡ് ലൈനും ഉണ്ട്. അപ്പൊ ആരോ ഹെഡഡ് ലൈനെ നമ്മൾ എന്ത് ചെയ്യും? ആരോ ഹെഡഡ് ലൈനെ നമ്മൾ എപ്പോഴും ചെറുതായിട്ട് കാണും. നമ്മളെപ്പോഴും എക്സ്പെരിമെന്റ് കൊടുക്കുമ്പോൾ ഈ ഫെദർ ആരോ ഹെഡഡ് കാണിച്ചിട്ട് നമ്മൾ ഈ ഫെദർ ഹെഡഡിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ എപ്പോഴും 14 സെന്റിമീറ്റർ അതിന്റെ സ്റ്റാൻഡേർഡ് ലെങ്താണ്. പക്ഷെ പിള്ളേർ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 14 സെന്റിമീറ്റർ. കാര്യം ആരോ ഹെഡ്സ് വന്നിട്ട് എപ്പോഴും നമ്മുടെ വ്യൂസിനെ കൺസ്ട്രക്ട് ചെയ്യും. മനസ്സിലായോ? ഇങ്ങോട്ടല്ലേ തിരിഞ്ഞിരിക്കണേ. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളുടെ കണ്ണുകൂടം വരെ പോവുള്ളൂ, ആ ആരോയുടെ അറ്റം വരെ. ഇനി ഫെദർ ഹെഡഡ് ആണെങ്കിലോ ഇങ്ങനെയാണ് അല്ല, ആരോ തിരിഞ്ഞിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ തിരിഞ്ഞിരിക്കുന്ന അറ്റം മുതൽ ഈ തിരിഞ്ഞിരിക്കുന്ന അറ്റം വരെ നമ്മൾ പെർസീവ് ചെയ്യും അല്ലേ? അപ്പൊ അതൊരു ഇല്യൂഷനാണ്. അപ്പൊ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന സ്റ്റിമുലൈനെ നമ്മൾ മിസ്ഇന്റർപ്രിറ്റ് ചെയ്ത പ്രോസസ്സിനെയാണ്. Phenomenon in which the property of an object or image are different from how they appear due to the way brain process information. അപ്പോൾ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നതിനാണ്, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇനി ഹാലൂസിനേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഹാലൂസിനേഷൻ എന്താ? ഇല്ലാത്തതുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇല്യൂഷനും ഹാലൂസിനേഷൻ നമ്മൾ വ്യത്യാസം എന്താ? ഇല്യൂഷനാകുമ്പോൾ ഒരു സ്റ്റിമുലസ് ഉണ്ട് അല്ലേ? ഒരു ലൈൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ മിസ്ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് അല്ലേ? വേറെ ഹാലൂസിനേഷനകത്ത് എന്താ? ഒന്നുമില്ല, ഇല്ലാത്ത സാധനത്തിനെയാണ് നമ്മൾ ഉണ്ടെന്ന് പറയുന്നത് അല്ലേ? അതാണ് ഇല്യൂഷനും ഹാലൂസിനേഷനും. ഇനി പലതരത്തിലുള്ള ഇല്യൂഷൻ ഉണ്ട്. വിഷ്വൽ ഇല്യൂഷൻ ഉണ്ട്. വിഷ്വൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ് ലൈറ്റിനെയും ഒക്കെ ആംഗിൾസിനെ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വെച്ചിട്ടാണ് എന്താണ് വിഷ്വൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. അത് കണ്ണിന്റെ ഇമേജും ആ മിസ്സിംഗ് ഇൻഫർമേഷനെ ബ്രെയിൻ ഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ് വിഷ്വൽ ഇല്യൂഷൻ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ അതെ നോക്ക്, ഈ പടം നോക്കും. ഈ പടത്തിൽ എന്താ നിങ്ങൾ കാണുന്നത്? ആരെയാ കാണുന്നേ? ഇല്ല, ഒരു പെണ്ണിന്റെ മുഖം അങ്ങോട്ട് തിരിച്ചു പിടിച്ച ഒരു പെൺകൊച്ചിനെ കണ്ടോ? അപ്പൊ ഇങ്ങനെ നോക്കുന്ന ഒരു തലമുടി, ഇത് മുഖം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണുണ്ടോ? പിന്നെ ഇനി ഒരു ഡാഗിനിയം പൂമ്പ് പോലെ കണ്ടോ? താടി ഇത് വെച്ചിട്ട് കണ്ടോ? അപ്പൊ ഒരു സ്റ്റിമുലസിനെ നമ്മൾ എങ്ങനെയൊക്കെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് ഹൗ ഇറ്റ് ഈസ് ഇന്റർപ്രിറ്റഡ് ഇൻ ബ്രെയിൻ ആണ്. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോ സിറ്റുവേഷൻ
സിറ്റുവേഷനെ നമ്മൾ കാണുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അല്ലേ? അപ്പൊ ജീവിതത്തിൽ ഓരോ സാധനത്തിനും നമ്മൾ ഓരോരുത്തരും ഓരോ മീനിങ്ങാണ് കൊടുക്കുന്നത്, ആണോ? അതെ അല്ലേ? അപ്പൊ അതാണ് വിഷ്വൽ ഇല്യൂഷൻ. മൂൺ ഇല്യൂഷൻ എന്താ? മൂണിനെ എങ്ങനെയാ നമ്മൾ കാണുന്നത്? മൂൺ ഇല്യൂഷൻ എന്താ? മൂൺ മുകളിൽ വരുമ്പോ ചെറുതായിട്ട് കാണും, സൈഡിൽ വരുമ്പോഴോ വലുതായിട്ട് കാണും. നിങ്ങൾ നോർത്ത് ഇന്ത്യ പോയിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു പെൻസിൽ വെള്ളത്തിലിട്ട് എങ്ങനെയാ കാണുന്നത്? പെൻസിൽ വളഞ്ഞതായിട്ടാണ് കാണുന്നത്. പെൻസിൽ വളഞ്ഞതാണോ? ഒരു ഗ്ലാസ്സിൽ ഞാനൊരു പെൻസിൽ ഇട്ടിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ പെൻസിലിന് ഒരു ചെരിവുള്ളതായിട്ട് കാണോ? അത് വളഞ്ഞതാണോ? അല്ല, പെൻസിൽ നേരെ തന്നെയാണ്, പക്ഷെ ഹൗ യു ഇന്റർപ്രറ്റ് ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഈ നോർത്ത് ഇന്ത്യ കൂടെ പോകുമ്പോഴല്ലോ റോഡിന്റെ അറ്റത്ത് നമുക്ക് വലിയ മൂൺ കാണും. അവിടെ ഇങ്ങനെ കുന്നും മലയൊന്നുമില്ല, പ്ലെയിൻ ലാൻഡ് അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ റോഡിന്റെ അങ്ങേയറ്റത്ത് വലിയതായിട്ട് ഓറഞ്ച് മൂൺ, എസ്പെഷ്യലി വൈകുന്നേരമൊക്കെ ഭയങ്കര വലിപ്പം, പക്ഷെ മുകളിൽ വരുമ്പോഴോ ചെറുത് അല്ലേ? അപ്പം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വിഷ്വൽ ഇല്യൂഷൻസ് ഉണ്ട്. പിന്നെ വിഷ്വൽ ഇല്യൂഷൻ പിന്നെ ഏതൊക്കെ ഇല്യൂഷനാണ് നിങ്ങളോട് പറയുന്നത്? ആ പുസ്തകം നോക്കൂ, ഞാൻ ആ സാധനത്തിന്റെ നോട്ട്സ് എടുത്തില്ല. മുള്ളറിലെ പോൺസോ ഇല്യൂഷൻ. പോൺസോ ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതാ ഞാൻ പറഞ്ഞത്. നമ്മള് റെയിൽവേ ട്രാക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് ലൈനുകൾ കൺവേർജിങ് ടു എ പോയിന്റ് ആണ് അല്ലേ? പക്ഷെ അത് കൺവേർജിങ് ടു എ പോയിന്റ് ആണോ? നമ്മളിവിടെ നോക്കുമ്പോ നമ്മൾ റെയിൽപാളം പടത്തിൽ വരയ്ക്കണേ എങ്ങനെയാ? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി മുട്ടിക്കും. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ക്രോസ് വരയിടുമ്പോൾ നമുക്കറിയാം അത് റെയിൽപാളമാണ്. പക്ഷെ അങ്ങനെയാണോ? അതുപോലെ തന്നെ നമ്മള് പടത്തില് ഈ കറണ്ട് ലൈനൊക്കെ പോണെ എങ്ങനെയാ വരയ്ക്കുന്നത്? ഒരു സ്ഥലത്ത് തുടങ്ങി മറ്റേ സ്ഥലത്ത് മുട്ടിച്ചവിടെ നിർത്തും, പക്ഷെ അതവിടെ മുട്ടുണ്ടോ? എഗെയിൻ അത് കണ്ടിന്യൂ ചെയ്യും. അതിനാണ് പോൺസോ ഇല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ മൂൺ ഇല്യൂഷൻ. സ്കൈ വന്നിട്ട് ഫ്ലാറ്റ് ആൻഡ് ഡോം ആണ്, ട്രെയിൻ ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് മൂൺ അറ്റ് സെനിത്ത് അല്ലെ? മുകളിൽ വരുമ്പോൾ ചെറിയ മൂൺ, സൈഡിൽ വരുമ്പോൾ. ദെൻ പോഗൻഡോർഫ് ഇല്യൂഷൻ ആണ്, അതായത് ലൈൻ ഡിസപ്പിയേഴ്സ് അറ്റ് ആൻ ആംഗിൾ ബിഹൈൻഡ് എ സോളിഡ് ഫിഗർ റീഅപ്പിയറിംഗ് അറ്റ് ദ അതർ സൈഡ്. അപ്പൊ നമ്മൾ എന്താണ് നമ്മള് ഇല്യൂഷൻസ് ആണ്, പെർസെപ്ച്വൽ ഇല്യൂഷൻസ് ആണ്. അപ്പൊ അതിന്റെ മലയാളമാണോ വിദ്യാബോധം? ഇല്യൂഷന്റെ ബോധിച്ചില്ല, എനിക്കറിഞ്ഞൂടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെയാണ്, ഒരു ലൈൻ ഇങ്ങനെ കടന്നു പോയാൽ പിന്നെ അവിടെ ഒരു തടസ്സം, പിന്നെ അതിന്റെ അപ്പുറത്ത് നമ്മൾ ലൈൻ വരച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അതങ്ങനെ പോകുന്നുണ്ടെന്നാണ്. അല്ലാതെ നടുക്ക് ഒരു സാധനം വന്നതുകൊണ്ട് ആ ലൈൻ ബ്രേക്ക് ചെയ്തു നമുക്ക് മനസ്സിലാകുമോ? ഇല്ല അല്ലേ? അതാണ് പോഗൻഡോർഫ് ഇല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതാണ് സെൻസേഷൻ, പെർസെപ്ഷൻ ഓഫ് സൈസ്. അതിനകത്ത് തിയറി പറയുന്നത് സൈസ് ഡിസ്റ്റൻസ് ഇൻവേരിയൻസ് ഹൈപ്പോത്തസിസ് പറയുന്നുണ്ട്. അതായത് സൈസ് ഓഫ് സ്റ്റിമുലസ് ഇസ് പ്രൊപ്പോർഷണൽ ടു പെർസീവ്ഡ് ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ടി വിയിൽ ഒരാളെ കണ്ടാലും നേരിട്ട് ഒരാൾ, ഇപ്പൊ എന്നെ ടി വി കണ്ടാൽ നിങ്ങൾ എന്നെ 5 അടി 4 ഇഞ്ച് കൂടുതലുള്ള ആളായിട്ട് തോന്നുമോ? അല്ലെങ്കിൽ 20 ഇഞ്ച് ഉള്ള ആളായിട്ട് തോന്നുമോ? ഇല്ലല്ലോ. അതിനാണ് സൈസ് ഡിസ്റ്റൻസ് ഇൻവേരിയൻസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എസ് പെർസീവ്ഡ് സൈസ്, പെർസീവ്ഡ് ഡിസ്റ്റൻസ്, വിഷ്വൽ ആംഗിൾ. അപ്പം വിഷ്വൽ ആംഗിൾ വന്നിട്ട് നമ്മൾക്ക് നമ്മളൊന്ന് റീഅഡ്ജസ്റ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും മനസ്സിലാകുന്നത് ഡിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഈ ദൂരം വെച്ചിട്ട് നമുക്ക് ക്യൂസ് കിട്ടും. ദെൻ ഫെമിലിയർ സൈസ് തിയറി ക്യൂ, അതായത് ഡിസ്റ്റൻസും ഡെപ്തും വിഷ്വൽ ആംഗിൾ ഫോർ എ സ്റ്റിമുലസ് ഡിക്രീസ് ഇൻ ഡിസ്റ്റൻസ്.
നമ്മൾ അങ്ങറ്റത്ത് ഒരു പന്ത് കളിക്കുമ്പോൾ നമ്മുടെ ആംഗിൾ വന്നിട്ട് കുറവാണ് അല്ലേ, അടുത്താവുമ്പോൾ ആംഗിൾ വന്നിട്ട് കൂടുതലാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സൈസ് മനസ്സിലാക്കാൻ പറ്റും. തിയറി ഓഫ് ഡയറക്റ്റ് പെർസെപ്ഷൻ പറയുന്നത് എന്താണ്? No perceptual representation of size correlated with the retinal size of the object. Perceived size and perceived distance are independent functions of information in stimulation. Perceived size and perceived distance are not causally linked. അതങ്ങനെ causal link അല്ല, instead how you perceive വെച്ചിട്ടാണ് അതിനെ നമ്മൾ ലിങ്ക് ചെയ്യുന്നത് അല്ലെ, അതാണ് തിയറി പറയുന്നത്. പിന്നെ 5 phenomenon perception of movement പറയുന്നുണ്ട്. retinal motion, the image motion parallax detected by special visual neurons which are sensitive to അതായത് നമ്മൾ ഒരു സാധനം മൂവ് ചെയ്തുകൊണ്ടിരിക്കണേനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ കുറെ നേരം നോക്കിയിട്ട് നമ്മൾ ദൃഷ്ടി മാറ്റിക്കേ, അപ്പൊ എന്ത് സംഭവിക്കും? മൂവ് ചെയ്യുന്നത് നമുക്ക് തോന്നും അല്ലേ. പിന്നെ അതുപോലെ തന്നെ induced movement, smaller stationary body surrounded by larger, ഒരു സ്റ്റേഷനറി ബോഡി ചുറ്റുമുള്ള സാധനങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചേരം ഈ സ്റ്റേഷനറി സാധനത്തിന് നോക്കിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? ഇത് മൂവ് ചെയ്യണമെന്ന് നമുക്ക് തോന്നും അല്ലേ. അപ്പേരന്റ് മൂവ്മെന്റ് ഓർ ഫിനോമിനൽ മോഷൻ പറയുന്നത് ഗസ്റ്റാൾട്ട് തിയറിസ്റ്റ് ആണ്. സ്റ്റേഷനറി സ്റ്റിമുലൈ വൺ ആഫ്റ്റർ ദി അതർ കൊടുക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾ ടി വി കാണുന്ന എങ്ങനെയാ? ഓരോ ഇമേജസ് ഇൻ സക്സഷനാണ് കാണുന്നത്, അല്ലാതെ ഒന്നും ഇപ്പം നമ്മൾ സിനിമ കാണുമ്പോൾ റിയൽ പോലെയാണോ? ആ ഇമേജ് വൺ ആഫ്റ്റർ ദി അതർ പടപടപടയെന്ന് കാണിക്കുക. ഫാനിന്റെ ലീവ്സ് 5 എണ്ണം അതിങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഇതിന്റെ മൂവ്മെന്റ് സ്ലോ ആ. ഇതിന് നമുക്ക് എത്ര എണ്ണം കാണാൻ പറ്റും? എത്ര പെറ്റലുണ്ടെന്ന് കറക്റ്റ് അറിയാൻ പറ്റൂലേ? ഇച്ചിരിയോടെ സ്ലോ ആണെങ്കിൽ നമുക്ക് ഇനിയും വൃത്തിക്കല്ലേ. എവിടെ നോക്ക് കാണാൻ പറ്റണ്ടോ? ഇല്ല. അപ്പൊ അതൊരു അപ്പേരന്റ് ആയിട്ട് നമുക്ക് സ്റ്റേഷനറി സ്റ്റിമുലസിനെ വൺ ആഫ്റ്റർ ദി അതർ പടപടയെന്ന് കാണിക്കുമ്പോഴാണ് നമ്മൾ സിനിമ കാണുന്നത്. അതിനാണ് അപ്പേരന്റ് മൂവ്മെന്റ്. 5 phenomenon എന്ന് പറയുന്നത് ലൈറ്റ്സ് സീക്വൻസിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ എഴുതി ഓടുന്നത് കണ്ടിട്ടില്ലേ? വനിതാ ഉത്സവം വായിക്കുമ്പോൾ നമ്മളെങ്ങനെയാ വായിക്കുന്നത്? ലൈറ്റ് ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക, പക്ഷെ നമ്മളത് വനിതാ ഉത്സവം വായിക്കും അല്ലെ. അതാണ് 5 phenomenon. സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയുന്നതാണ് മൂവിയിൽ കാണുന്നത്. അതായത് മൂവി പ്രൊജക്ടർ സക്സസീവ് പിക്ചേഴ്സിനെ മൂവിങ് സീനായിട്ട് കാണിക്കുന്നു അല്ലെ. ഓട്ടോകൈനസിസ് എന്ന് പറഞ്ഞാല് ഒരു ഇരുട്ട് മുറിയിൽ ഒരു ലൈറ്റിനെ കുറെ നേരം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കോ. ആഫ്റ്റർ സം ടൈം യു സീ ദ ലൈറ്റ് ആസ് മൂവിങ്. അതിനാണ് ഓട്ടോകൈനറ്റിക് ഇഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ പെർസെപ്ഷൻ ഓഫ് മൂവ്മെന്റ് ആണ്. ഡിഫറെന്റ് ഫിനോമിന റിലേറ്റഡ് ടു പെർസെപ്ഷൻ ഓഫ് മൂവ്മെന്റ് ആണ്. പിന്നെ ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് സിംപ്ലിസിറ്റി, പെർസെപ്റ്റൽ കോൺസ്റ്റൻസിക്കകത്ത് അതൊക്കെയാണ് ഉള്ളത്. പിന്നെ മോണോക്കുലർ ക്യൂസ്, ബൈനോക്കുലർ ക്യൂസ്, പെർസെപ്ഷൻ ഓഫ് സൈസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇല്യൂഷൻസ്, ഫാൻഡം ലിംബ്, ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് സെൻസേഷൻ പെർസെപ്ഷനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായോ? സൈക്കോളജി പഠിക്കുന്ന ഒരുപാട് സ്ഥാനങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന സ്ഥാനങ്ങളാണ്. ഓൺലി തിങ് ഇസ് ദാറ്റ് യു ആർ ഗിവിംഗ് നെയിംസ് ടു ഇറ്റ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇല്യൂഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷേങ്കിൽ നിങ്ങൾ അതിനൊരു പേര് കൊടുക്കുക അല്ലേ. നിങ്ങൾക്കറിയാം മൂന്നിനടുക്ക് വരുമ്പോൾ ചെറുതായിട്ടാണ് കാണുന്നത്, സൈഡിൽ വരുമ്പോൾ വലുതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. നമ്മളുടെ എക്സ്പീരിയൻസും ഇതൊക്കെ വെച്ചിട്ടാണ്. അതായത് ഈ ജോമെട്രിക്കൽ ഇല്യൂഷൻസ് വന്ന് ഈ ഗ്ലൂസ് താമസിക്കുന്ന ആളുകളില്ലേ, അവിടെയുള്ളവർക്ക് അവർക്ക് റൗണ്ട് സാധനങ്ങൾ മാത്രമേ, അവർക്ക് ജോമെട്രിക്കൽ ഇല്യൂഷൻ ഇല്ല. കാരണം അവർ നോട്ട് ഫെമിലിയർ വിത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ. അതുകൊണ്ട് അവരെന്ത് സംഭവിക്കും? അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇല്യൂഷൻസ് ഇല്ല. നമുക്ക് ഇതൊക്കെ ഫെമിലിയർ ആയതുകൊണ്ടാണ് നമുക്ക്
ഇഫക്റ്റ് വരുന്നത്. മനസ്സിലായോ? സെൻസറി റിസപ്റ്റേഴ്സിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? വിഷ്വൽ സിസ്റ്റത്തിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണെന്ന്. ടേസ്റ്റിന്റെ റിസപ്റ്റേഴ്സ് എവിടെയായിരിക്കുന്നത്? ഇല്യൂഷൻ എന്താണ്? ഡെപ്തും ഡിസ്റ്റൻസും എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഡെപ്തും ഡിസ്റ്റൻസും പെർസീവ് ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോണോക്കുലർ ആൻഡ് ബൈനോക്കുലർ ക്യൂസ്. അല്ലേ, നമ്മൾ പഠിച്ചില്ലേ? റെറ്റിനൽ ഡിസ്പാരിറ്റി, മോഷൻ പാരലാക്സ്, അങ്ങനെ കുറെ സാധനം, ലീനിയർ പെർസ്പെക്റ്റീവ്, ഏരിയൽ പെർസ്പെക്റ്റീവ് ഒക്കെ പഠിച്ചില്ലേ? അത് വെച്ചിട്ടാണ് നമ്മൾ ഡെപ്ത് പെർസീവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡെപ്ത് പെർസീവ് ചെയ്യാൻ പറ്റില്ല. ഇന്റർപൊസിഷൻ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡെപ്ത് പെർസീവ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ലെസന്റെ പുറകിലുള്ള ഉത്തരങ്ങളൊക്കെ ഒന്ന് നോക്കണം. ക്വസ്റ്റ്യൻസ് നോക്കുക. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആൻസർ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സ്മെല്ല്, ടച്ച്, ടേസ്റ്റ്, ഇയർ, എല്ലാ സാധനങ്ങളും നിങ്ങൾക്കുണ്ട്. പിന്നെ ഹൈറ്റ് ഓഫ് ദ സൗണ്ട് വേവ്, ഹൗ മച്ച് എനർജി അത് വരുന്നത് ഹൈറ്റ് ഓഫ് ദ സൗണ്ട് വേവ് ആണ്. ലാർജർ വേവ് വരുമ്പോൾ ലൗഡായിട്ട് പെർസീവ് ചെയ്യും. അതിൻ്റെ ഏത് ഡെസിബിൾസ്, എത്ര ഡെസിബിൾസിലുള്ള സൗണ്ടാണ് മനുഷ്യന്മാർ കേൾക്കുന്നത്? യൂഷ്വലി നമ്മൾ സംസാരിക്കുമ്പോൾ 60 ഡെസിബിൾസ് ആണ്. ഇനി ഫെയിൻറ്റ് വിസ്പർ ആകുമ്പോൾ 30 ഡെസിബിൾസ് ആകും. ജാക്ക് ഹാമർ ആണെങ്കിൽ 130 ഡെസിബിൾസ് വരും. അതുപോലെ തന്നെ നമ്മളെക്കാൾ ഹൈലി സെൻസിറ്റീവ് ആണ് ആനിമൽസ്. ഈ പട്ടിയൊക്കെ കണ്ടോ, ചെറിയ ഒരു ഒച്ചയുണ്ടെങ്കിൽ അവർക്കത് കേൾക്കാൻ പറ്റും. നമുക്കതൊന്നും കേൾക്കാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, എനിക്ക് 3 പട്ടികളുണ്ട്. ഈ ആംബുലൻസിന്റെ ആംബുലൻസ് അങ്ങ് ദൂരെ വരുമ്പോഴേ ഇതുങ്ങള് കരയാൻ തുടങ്ങും. പിന്നെ ഇതൊക്കെ ആംബുലൻസിന്റെ ഒച്ച ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ദൂരേന്ന് കേൾക്കും. എനിക്കപ്പോൾ അറിയാം ആംബുലൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ ഒച്ച ഉണ്ടാകും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകാം ആംബുലൻസ് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കറിയാം ലൈറ്റ് വന്നിട്ട് സൗണ്ട് വേവ്സ് വന്നിട്ട് വേവ് ലെങ്ത്തും ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൗണ്ട് വേവും ഉണ്ട്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി അല്ലേ? വൺ ട്രസ്റ്റ് ടു ദി അതർ ട്രസ്റ്റിലുള്ള ഡിഫറൻസ് ആണ് വേവ് ലെങ്ത് എന്ന് നമ്മൾ പറയും. ലാർജർ വേവ് ലെങ്ത് ആണെങ്കിൽ ദൂരത്തു നിന്നാണ് വരുന്നത്. ഇന്റൻസിറ്റി അടുത്തടുത്താണെങ്കിൽ ഹൈ ഇന്റൻസിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ? പിന്നെ പിച്ച് കുറയും. അതൊക്കെ സൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട്, യെല്ലോ സ്പോട്ട്, ഫോവിയ സെൻട്രൈലിസ്, അതാണ് യെല്ലോ സ്പോട്ടിന്റെ വേറൊരു പേര്. പിന്നെ ഐറിസ് വന്നിട്ട് അഡ്ജസ്റ്റഡ് ആവും ലൈറ്റ് വരുന്നതനുസരിച്ച്. ലൈറ്റ് കുറയുമ്പോൾ അവർ വിടരും, ലൈറ്റ് കൂടുമ്പോൾ അവർ ചുരുങ്ങും അല്ലേ? റെറ്റിന എന്ന് പറയുന്നത് ഏറ്റവും അകത്തുള്ള ലെയറാണ് റെറ്റിന. ഫാർ സൈറ്റിന്റെ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് തന്നെ. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും. ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാലോ അങ്ങനെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റും, അടുത്തുള്ളത് കാണൂല അല്ലേ? ലോങ് സൈറ്റ് എപ്പോഴാണ് വരുന്ന? വയസ്സ് കൂടുമ്പോഴാ കുറയുമ്പോഴാണ്? ലോങ് സൈറ്റോ വയസ്സ് കൂടുമ്പോഴാണ് ലോങ് സൈറ്റ്. അതാണ് വെള്ളെഴുത്ത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ വെച്ച് വായിക്കും അല്ലേ? ചെറിയ കുട്ടികൾക്ക് എന്താ അവരിങ്ങനെ വെച്ച് വായിക്കുന്നത്? അവർക്ക് അടുത്തല്ലേ കാണുന്നത്, ഷോർട്ട് സൈറ്റ് അല്ലേ അവർക്ക് അല്ലേ? അപ്പൊ അവര് അടുത്ത് വെച്ച് കാണും. ലോങ് സൈറ്റ് ആണെങ്കിൽ ദൂരെയുള്ള വസ്തുക്കൾ നമുക്ക് ലോങ് സൈറ്റ്, ദൂരെയുള്ള വസ്തു കാണും. ഷോർട്ട് സൈറ്റിൽ നിന്ന് അടുത്തുള്ള വസ്തു നമ്മൾ കാണും അല്ലേ? അതൊക്കെ ഇതിനകത്തുള്ളത്. പിന്നെ ഹിയറിങ്ങിനകത്ത് ഇയറിന്റെ ഇയർ ലോബ് എന്തിനാ ഇയർ ലോബ്? സൗണ്ട് വേവ്സ് സ്കാറ്റർ ചെയ്ത് പോവാതെ നമ്മൾ ഇങ്ങനെ പിടിക്കും, ഒട്ടും സ്കാറ്റർ ചെയ്യാതെ അല്ലേ? ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കേൾക്കാൻ പറ്റും. അപ്പൊ ഇയർ ലോബിൽ തട്ടിയിട്ട് ഇയർ കനാലിൽ കൂടെ കടന്നുപോയി അവിടെ 3 എല്ലുകളുണ്ട് ഇന്നർ ഇയറിൽ. ഏതൊക്കെയാ? മാലിയസ്, ഇൻകസ്, സ്റ്റേറ്റ്സ്.
എല്ലുകളുണ്ട് അല്ല, 3 ബോൺസ് ഉണ്ട്. അതാണ്. പിന്നെ ടിമ്പാനമാണ് സൗണ്ട്. നമ്മൾ ടിമ്പാനത്തിന്റെ വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് അല്ലേ വലിയ ഒച്ച കേൾക്കുമ്പോൾ നമ്മുടെ ടിമ്പാനത്തിന് കൂടുതലായിട്ട് വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ ഇന്നർ ഇയറിൽ കൂടെ കടന്നുപോയി കോക്ലിയയിലെത്തി. കോക്ലിയയിലുള്ള സീലിയറി മസിൽസ് അതിനെ പെർസീവ് ചെയ്ത് ഹിയറിംഗ് സ്ഥലത്തേക്ക് അതിനെ വിട്ടിട്ട് അവിടെയാണ് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്ത് യു ആർ ഹിയറിംഗ് ബെൽ സൗണ്ട്, കീബോർഡ് സൗണ്ട്, ഗിറ്റാർ, എല്ലാത്തിന്റെ സൗണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ? അതിനെ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത് അങ്ങനെയാണ്. അതാണ് സൗണ്ടിന്റെ ഇയറിന്റെ ഒരു വർക്കിംഗ് അങ്ങനെയാണ്. പിന്നെ അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. ടേസ്റ്റ് ആണ് ഓൾഫാക്ടറി എപ്പിത്തീലിയ. നമ്മൾ ഷുഗർ തിന്നുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് വന്നിട്ട് അതിനെ എന്താണ് കഴിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ ടേസ്റ്റ് വന്നിട്ട് നമ്മുടെ എന്താണ് ടേസ്റ്റ് ബഡ്സ് എടുത്തിട്ട് അതിനെയൊക്കെ നമ്മുടെ ഹയർ ബ്രെയിൻ സെന്ററിലേക്ക് വിട്ടിട്ടാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. സ്വീറ്റ്, സോൾട്ട്, സോർ, ബിറ്റർ, സ്പൈസി, ഉമാമി എന്നൊരു ഫ്ലേവർ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഉമാമി ഫ്ലേവറാണ് നമ്മുടെ അജിനോമോട്ടോയുടെ സ്വാദ്. അതാണ് ഉമാമി ഫ്ലേവർ. അത് ജപ്പാൻകാർ ഐഡന്റിഫൈ ചെയ്ത ഒരു ഫ്ലേവർ. നമുക്കതിന് നല്ല ഫ്ലേവർ ഉണ്ട്. ഉമാമി ടേസ്റ്റ് നമുക്ക് ഈ ചിക്കൻ ബ്രോത്ത് ഒക്കെ എടുത്തിട്ട് അതിനെ ഇങ്ങനെ പറ്റിച്ച് കൊണ്ടുവന്നാൽ കിട്ടുന്ന സാധനമാണ് ഉമാമി. അതുകൊണ്ടാണ് അജിനോമോട്ടോ ഇട്ട് കഴിയുമ്പോൾ ഈ എന്താണ് നൂഡിൽസ്, ഫ്രൈഡ് റൈസിനൊക്കെ നല്ല സ്വാദ്. ചിക്കൻ മാഗി, മാജിക് ക്യൂബിലൊക്കെ ഉമാമി ഫ്ലേവർ ആണുള്ളത്. അപ്പൊ അതൊരു മീറ്റി ടേസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മീറ്റ്സ്, ചീസ്, സോയ്, സീവീഡ്, മഷ്റൂംസ്, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അതാണ് MSG. അതാണ് ഈ നമ്മൾ മേടിക്കുന്നത് ആ സാധനം. പിന്നെ അതിൻ്റെ പേര് അജിനോമോട്ടോ. അത് MSG ആണ്, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. അതാണ്. അപ്പം ടങ്ങിനകത്ത് ഒരുപാട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഈ ടേസ്റ്റ് ബഡ്സ് ടോപ്പ് ഔട്ടർ എഡ്ജസ് ഓഫ് ദി ടങ്ങിലാണ്. അല്ല നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാ സാധനവും എവിടെ വെച്ചാ നോക്കുന്നത്? വെച്ചാ അല്ലേ? അവിടെ വെച്ചാ ഈ നാക്കിന്റെ ഈ റീജിയനിൽ വെച്ചാ നമ്മൾ നോക്കുന്നത്. മോള് ഭാഗത്തും ഔട്ടർ ആയിട്ടുള്ള റീജിയനിലുമാണ്. ദാറ്റ് വിൽ ട്രിഗർ. ആ ടേസ്റ്റ് ബഡ്സ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ അതിന്റെ നെർവ് ഇമ്പൾസസ് അങ്ങനെ ബ്രെയിനിലേക്ക് പോകുന്നു. 2000 to 10,000 ടേസ്റ്റ് ബഡ്സ് ആണ്. ഈ പാൻപരാഗ് തിന്നുന്നവര്, മുറുക്കുന്നവര്, പുക വലിക്കുന്നവരുടെയൊക്കെ ടേസ്റ്റ് ബഡ്സ് കണ്ടിട്ടുണ്ടോ? അവർക്ക് എരിവ് എത്ര ഇട്ടാലും പിടിക്കില്ല. അവർ കുറേ എരിവില്ല. കാരണം എന്താ? അവരുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ കുറെ നശിച്ചുപോയി അല്ലേ? ഭയങ്കര ഇതൊക്കെ കഴിച്ചിട്ട് അവരുടെ ടേസ്റ്റ് ബഡ്സിന്റെ ഒക്കെ ഇത് കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് അവർക്ക് ആ ടേസ്റ്റ് ഒന്നും കിട്ടാത്തത്. പിന്നെ ടേസ്റ്റ് ബഡ്സ് ലീവ് ഫോർ അബൌട്ട് 5 days, ആഫ്റ്റർ വിച്ച് ന്യൂ ടേസ്റ്റ് ബഡ്സ് ആർ ക്രിയേറ്റഡ് ടു റീപ്ലേസ് ദം. അപ്പം ഓൾഡർ ആകുന്തോറും ഈ ക്രിയേഷൻ പ്രോസസ്സ് സ്ലോ ആകും. വയസ്സായ ആളുകൾക്ക് കണ്ടില്ലേ, എന്നാ കഴിച്ചാലും അവർക്കൊരു സ്വാദ് കിട്ടില്ല. കിട്ടുമോ? അവർ പറയും ഇതിനൊരു സ്വാദില്ല, ഒരു എരിവില്ല, പുളിയില്ല എന്നൊക്കെ അവർ പറയും. എന്താ അത് പറയാൻ കാരണം? അവരുടെ ടേസ്റ്റ് ബഡ്സ് കുറച്ച് റീപ്ലേസ്ഡ് ആകുന്നില്ല പെട്ടെന്ന്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നാവ് കടിക്കുന്നത് അതുകൊണ്ടാണ്. 5 ദിവസം കൂടുമ്പോൾ അത് പോകും അല്ലേ ടേസ്റ്റ് ബഡ്സ്. അപ്പം ഡെഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കളയും, തന്നെ പോവും എന്നാലും. പക്ഷെ നമ്മൾ പണ്ടത്തെ പോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ പൊയ്ക്കോളും. നമ്മളിപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ചവച്ചരച്ചൊന്നും കഴിക്കുന്നില്ല. ഉണ്ടോ? പല്ല് കേൾക്കണ്ട, കരിമ്പ് തിന്നുമോ? കരിമ്പ് നമ്മൾ ജ്യൂസാക്കി വലിച്ചു കുടിക്കും. അപ്പൊ പല്ല് കേൾക്കണോ? അല്ലേ? അങ്ങനെ പല സാധനങ്ങളും പണ്ടത്തെ മനുഷ്യരെല്ലാം ചവച്ചരച്ചില്ലേ. ഇപ്പോഴാണ് നമ്മൾ ഇതൊക്കെ പാതി സാധനങ്ങൾ മിക്സിയിലൊക്കെ ഇട്ട് അരച്ചൊക്കെ തിന്നത്. പച്ചക്കൊന്നും നമ്മൾ പല സാധനങ്ങളും തിന്നുന്നില്ല. അതിന് പകരം നമ്മള് മാങ്ങയൊക്കെ നമ്മളിങ്ങനെ തിന്നോണ്ടിരുന്ന പണ്ട് കത്ത് വെച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി പിള്ളേർക്കൊക്കെ
അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ അവർ കഴിക്കുള്ളൂ. നമ്മളെങ്ങനെയാ മാങ്ങ വീഴുമ്പോൾ മാവിൻ്റെ ഉള്ളിലേക്ക് എല്ലാ പിള്ളേരും കൂടെ കോമ്പറ്റീഷൻ ഓടി കടിച്ച് പറിച്ച് തിന്നുക ചെയ്യുന്നത് അല്ലേ? മാങ്ങ കടിച്ച് പറിച്ച് തിന്ന് ഇവിടെ എങ്ങാണ്ട് ഒരു ചൊനയുണ്ട് എനിക്ക് ഈ വർഷം തിന്നത് അവിടെ അല്ലേ? ഇല്ലേ? ഇവിടെ ഒരു കറുത്തപാടില്ല, ചനപ്പാട് ഇവിടെയോ എവിടെയോ ഒരു സ്ഥലത്തുണ്ട്. അപ്പൊ എന്നോട് ഞാൻ കോളേജിൽ ചെന്നപ്പോ, കോളേജിലൊക്കെ എന്തോരം മാവാ, കോളേജിൽ ചെന്നപ്പോ കുറെ മാങ്ങ ചാടി കിടക്കുന്നു. ഉടനെ ഞങ്ങൾ എടുത്ത് കടുത്ത് കുറച്ച് ചെന്നപ്പോ കുറച്ച് ചോന ഇവിടെ എങ്ങാണ്ടായി. പിന്നെ അത് പൊള്ളി ബബിള് പോലെ. എല്ലാ മനുഷ്യരും എന്നെ കളിയാക്കണ്ടായിരുന്നു. ആക്രാന്തം പിടിച്ച് മാങ്ങ എന്നിട്ടാണ്. ആക്രാന്തം പിടിച്ച് തിന്നല്ല, ഞാനിങ്ങനെ മാങ്ങ എന്റെ മുന്നിൽ വന്ന് ചാടിയപ്പോ നമ്മള് സ്വാഭാവികമായും പണ്ടത്തേക്ക് മടങ്ങിപ്പോയി. ഉടനെ നമ്മളത് എടുത്തു, അത് കല്ലിൽ ഉരച്ചു, അതിന്റെ ഞെട്ട് ഉടനെ അത് കടിച്ചു. കടിച്ചപ്പോ ആ ഉരച്ച സ്ഥലത്തല്ല കടിച്ചത്, മാറി കടിച്ചു. അപ്പൊ ആ ചൊന അതിൽ കൂടെ വന്നുകൂടെ അതിനകത്ത് പിടിച്ചിട്ട് അവിടെ ഒരു ബബിള് പോലെ പൊള്ളി വന്നു. എപ്പോഴും തിന്നുവാണെങ്കിൽ അങ്ങനെ പൊള്ളൂല, നമ്മള് വല്ലപ്പോഴൊക്കെ തിന്നിട്ട. ഞാൻ പക്ഷെ അങ്ങനത്തെ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ തിന്നാറുണ്ട്. എനിക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എവിടെ അങ്ങനത്തെ മാങ്ങ ഉണ്ടാലും മേടിക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ എനിക്ക് എപ്പോഴും കൊണ്ടുതരാറുണ്ട്. നമ്മുടെ തട്ടാമ്പടിയുള്ള മടയില്ലേ, നിർമ്മലസദന എന്നാ മഠത്തിന്റെ പേര്, അവിടെ ഒരു സിസ്റ്റർ അവിടെ പഠിക്കില്ലായിരുന്നു. ആ സിസ്റ്റർ കുറേ വർഷം എനിക്ക് അവിടെ കുറേ മാവുണ്ട്, ആ മാങ്ങയൊക്കെ കൊണ്ടുതരുമായിരുന്നു. അപ്പോൾ മാങ്ങയെല്ലാം കടിച്ച് പറിച്ച് തിന്നുമ്പോൾ അവിടെയൊക്കെ ചൊന പിടിക്കാറുണ്ട്. പക്ഷെ സ്ഥിരം നമ്മൾ തിന്നു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും കൊള്ളൂല. നമ്മളിപ്പോൾ കുറേ നാളും അങ്ങനത്തെ ചൊനയൊക്കെ പിടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതൊക്കെ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കത്തി വെച്ച് മുറിച്ച് കഷ്ണങ്ങളൊക്കെ ഇപ്പം തിന്നുന്നത്. അങ്ങനെയൊക്കെ തിന്നു കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലതല്ല. നമ്മൾ പണ്ടത്തെ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിലാണ് നല്ലത്. അതുപോലെ തന്നെ സ്മെല്ല് എങ്ങനെയാണ് ചെയ്യുന്നത്? ഓൾഫാക്ടറി റിസപ്റ്റർ സെൽസ് നമ്മുടെ മൂക്കിൽ ഉണ്ട് അല്ലേ? മണം വരുന്ന കഴിയുമ്പോൾ നമുക്ക് ആ സെൻസിന് 1000 ടൈപ്സ് ഓഫ് ഓർഡർ റിസപ്റ്റർ സെൽസ് ഉണ്ടെന്നാണ് നമ്മുടെ നോസിൽ. 10,000 ഡിഫറെന്റ് ഓർഡേഴ്സ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊക്കെയാണ്. പിന്നെ അവരങ്ങനെ അത് മുകളിലേക്ക് വിടുന്നു. ദെൻ ടച്ച് അതുപോലെ തന്നെയാണ്. ടച്ച് എന്താ സംഭവിക്കുന്നത്? പ്രഷർ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കും കോൾഡ് ആണോ ഹീറ്റ് ആണോ അല്ലേ, ബേണിംഗ് സെൻസേഷൻ ആണോ, അങ്ങനെയൊക്കെ ആ പ്രഷർ റിസപ്റ്റേഴ്സ് സ്കിന്നിലുള്ളത് അത് മനസ്സിലാക്കുന്നു. ദെൻ ഇറ്റ് ഈസ് ഇന്റർപ്രറ്റഡ് ആസ് ഹോട്ട് ആണോ കോൾഡ് ആണോ, പിന്നെ അങ്ങനെ അതിനെ അങ്ങോട്ട് വിടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന് അഡാപ്റ്റേഷൻ സംഭവിക്കും എല്ലാ സെൻസിനും. ഈ അമ്മമാര് അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരു കയ്യിലേക്ക് തിളച്ച സാധനം കോരി ഒഴിച്ച് തിന്നു നോക്കണുണ്ടോ? അവർക്ക് ചൂടില്ല. നമ്മളൊന്ന് കോരി ഒഴിച്ച് നോക്കും, കയ്യ് പൊള്ളിപ്പോ. ഇനി കണ്ടിട്ടുണ്ടോ, മീൻകറിയൊക്കെ വെക്കുമ്പോൾ അവർ മീനങ്ങോട്ടിട്ട് മുളക് പൊടി അങ്ങോട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചങ്ങ് തിരുമിക്കഴിയുമ്പോൾ അവരുടെ ആയിരിക്കും ഒരു കുഴപ്പമില്ല, നമ്മൾ തിരുമിക്ക് ഇവരറിയും അല്ലേ? നമുക്ക് ഭയങ്കരമായ പുകച്ചിലായിരിക്കും. പക്ഷെ അത് എന്നും അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യു ഗെറ്റ് അഡാപ്റ്റഡ് അല്ലേ? അതുപോലെ തന്നെ ചൂട് പിടിച്ച പാത്രങ്ങളൊക്കെ ചിലവർ എടുത്തോണ്ട് പോകണാണ്. നമുക്കത് സാധിക്കില്ല, കാരണം നമ്മളങ്ങനെ എടുത്തെടുത്ത് ചൂട് ചായ. എൻ്റെ ഭർത്താവിന് ഒരു ഗ്ലാസ് തിളച്ച ചായ കൊടുത്താൽ 1 സെക്കൻഡിൽ അത് പിടിച്ചിട്ട് ഗ്ലാസ് ചിരിച്ചു തരും. നമ്മളൊരു 10 മിനിറ്റെങ്കിലും പിടിക്കാതെ കുടിക്കണി. നമുക്ക് അത്രയ്ക്കും ഒരു റിസപ്റ്റേഴ്സ് അത്രയ്ക്കും ഇതല്ല. പക്ഷെ നമ്മുടെ ഹൈലി സെൻസിറ്റീവാണ് അല്ലേ? ഇമോഷൻസും ഒക്കെ ആണ് തന്നെ. ചിലവർ എന്ത് വഴക്ക് പറഞ്ഞാലും അവർക്കൊരു നാണമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തും നമ്മൾ പറഞ്ഞാലും ഇവരോട് പറഞ്ഞ മാതിരിയേ ഇല്ല. ചില മനുഷ്യരോട് പറയണ്ട, അപ്പുറത്തുള്ള ആളെ പറഞ്ഞാൽ മതി. ഇവർക്ക് ഫീലിങ്സ് ആയിട്ട് നമ്മൾ അങ്ങനത്തെ ആളുകളെ കൊണ്ട് പൊറുതി മുട്ടും അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും വെറുതെ ഒന്ന് മൂന്ന് കാണിച്ചാൽ മതി, എന്നെ പറ്റി എന്തോ വന്നതാണെന്ന് വെച്ചിട്ട് അവർക്ക് ഭയങ്കരമായ ഫീലിങ്സ് ഉണ്ടാവും. സോ എവരി സെൻസ് ഓർഗൻസ് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും
പിന്നെ വെസ്റ്റിബുലാർ സെൻസ് ആണ് നമ്മുടെ ഈ ബാലൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആണോ? നമ്മൾ ഇവിടെ നിൽക്കുകയാണോ വീഴാൻ പോകണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചവിട്ടിയത് ഒരു വേറെ പ്രതലത്തിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ബാലൻസ് ചെയ്ത് നമ്മൾ നിൽക്കും അല്ലേ? അപ്പൊ അത് വേറൊരു സെൻസാണ്. അതൊക്കെ സെൻസായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെയാണ് സെൻസറി ത്രഷോൾഡ്, സിഗ്നൽ ഡിറ്റക്ഷൻ, പെർസെപ്ച്വൽ കോൺസ്റ്റൻസി ഒക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയാണ് ചാപ്റ്ററിലുള്ളത്. മനസ്സിലായോ? മനസ്സിലായി? സൈക്കോളജിയുടെ ഒരു പ്രോബ്ലം എന്നാണല്ലോ, എല്ലാം കേൾക്കുമ്പോൾ മനസ്സിലായിരുന്നു, അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒന്നും ഇതൊക്കെ കേട്ടതാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കാര്യം പല സാധനങ്ങളും നമുക്ക് ഓൾറെഡി അറിയുന്ന സാധനമാണ്, പേര് മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളൂ. അതിൻ്റെ സയൻസ് ബിഹൈൻഡ് ദാറ്റൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ളൂ. അപ്പോൾ എത്ര മനസ്സിലായി? 50% മനസ്സിലായോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ 5 മിനിറ്റ് മിണ്ടായിരിക്കട്ടെ, എനിക്ക് വോയിസ് ക്രാക്ക് തുടങ്ങി. പണ്ടൊക്കെ എനിക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാൻ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല, ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കിട്ടുന്ന എനിക്കിങ്ങനെ പാട്ട് പാടാനൊക്കെ പോകുന്നുണ്ട്, ഗാനമേള. അതായത് നമ്മൾ കുറേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയൊക്കെ നമുക്ക് ഒച്ച വേണ്ട, തിരിച്ച് കയറണം. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഒച്ച ഉപയോഗിച്ച് എല്ലാ വിധത്തിലുള്ള സ്ട്രെയിനും വന്നിട്ടാണ് ഞങ്ങൾ കുറച്ച് പേരുണ്ട്. കരോക്കെ കാണാൻ ചെറായ അമ്പലത്തിലുണ്ടായിരുന്നു. അമ്പലമില്ലേ ഉണ്ണീന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് വിട്ടറിയതാണ്. ഉണ്ണിയല്ല, എന്റെ പേര് വേറെയാ. അവര് ഞങ്ങളുടെ കൂടെയാ. ഓർമ്മ വരുന്നില്ല. ശ്വാസം മനസ്സിലായിട്ടല്ല, വൈകുന്നേരം ഞാൻ വന്നില്ലേ എനിക്കിങ്ങനെ ഞാനിപ്പോ കോളേജിൽ വരുന്ന ഒരായുർവേദ ഗുളിക അടിച്ചോ. തൈറോയിഡിന്റെ തൈറോയിഡോ നല്ല ദിവസം രാവിലെ എനിക്ക് എനിക്ക് ഒച്ച എല്ലാ സിസ്റ്റത്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഡയബറ്റീസ് പോലെ തന്നെയാണ്.
അല്ല അത് പറ്റില്ല, എനിക്ക് തിരുപ്പൂര് പണം കൂടെ തീർക്കാൻ പറ്റുന്നത്. കോളേജിലാണെങ്കിൽ നമുക്ക് ഒരു പാഠം തീർക്കാൻ 16 ഉണ്ടാവും. 10 to 6 ഇപ്പൊ നമ്മൾ 1 മണിക്കൂറിൽ പറയുന്ന വളരെ കുറവുള്ളൂ. നമ്മൾ വേറെ ഒന്നും പറയാൻ പറഞ്ഞില്ല. ഞാനത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇരട്ടിമധുരവും കൽക്കണ്ടവും പനക്കൽക്കണ്ടോ എരിമധുരവും ജീരകവും